കൂടെ കഴിഞ്ഞിട്ട് എന്റെ മുത്ത്. അയ്യോടാ പാവം. അവിടെ ഒരു മുത്തല്ല പോത്ത. അലാറല്ല നെറുകന്തിൽ ഇരുത്തി വീണാലും ഈ മനുഷ്യനുണരുവോ? ഡേ മനുഷ്യ, ഓഫീസിലോടൊന്നും പോകണ്ടായോ? ഓ കിടക്കുന്ന കിടപ്പുണ്ട് മനുഷ്യ. പോണോ? ഓ ഇങ്ങനൊരു കുരുമണിയെ ആർക്കായാലും ശമ്പളം കിട്ടുന്ന ദിവസമെങ്കിലും ഓഫീസിൽ പോകാൻ ഉത്സാഹം ഉണ്ടാവും. ഓ ഇങ്ങനൊരു ജന്മം. കേട്ടില്ലേ നിങ്ങളെയാ വിളിക്കുന്നത്? പിന്നല്ലാതെ. അയ്യോ, പണ്ടൊക്കെ കൊച്ചു വെളുപ്പാൻ കാലത്ത് കാക്കകളുടെ കകകാരവം കേട്ടാണ് ഉണരാറുള്ളത്. ഇപ്പൊ ഇതുങ്ങളായി വേസ്റ്റ് പോലും ദുശകനം. സരസുവേ, ഉച്ചയൂണിന് എന്തുവാ സ്പെഷ്യല്? കൂർക്കത്തോരൻ. കൂർക്ക കഴിക്കണോണ്ടാവോ ഓഫീസിലെത്തി ഫയല് തുറന്ന് അപ്പൊ കൂർക്കം വലിയും തുടങ്ങും. എറണാകുളത്ത് നിന്നും അച്ഛൻ ഉറങ്ങാൻ വേണ്ടി മാത്രം സെക്രട്ടേറിയറ്റിൽ പോവാണെന്നാ കോളനിയിൽ എല്ലാരും പറയുന്നത്. ഓ പിന്നെ അച്ഛന്റെ ജോലി എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയുടെ ഇലക്ട്രിസിറ്റി പോലൊന്നും അല്ല. കാലത്ത് ഇന്റർസിറ്റി വിളിച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോ മണി 11 ആകും. പിന്നെ അവിടുന്ന് സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോ ലഞ്ചിനുള്ള സമയവും ഊണ് കഴിഞ്ഞ് കൂർക്കവും വലിച്ച് ഉറങ്ങി ഉണരുമ്പോഴേക്കും തിരിച്ചുള്ള ഇന്റർസിറ്റിക്ക് സമയവും. പിന്നെ ഗവൺമെന്റ് എന്ത് പഞ്ചിങ് സിസ്റ്റം കൊണ്ടുവന്നാലും ഇതുപോലുള്ള പഞ്ചർ കേസൊന്നും നേരെയാവില്ലല്ലോ. മെഡിസിൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇനി ഉറങ്ങിയിട്ട് മരുന്ന് കഴിക്കാൻ മറന്നു പറഞ്ഞു. ട്രെയിനിലുള്ള സമയമായി. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? ഉറങ്ങാൻ പോകുന്നതിനോട് ഗുഡ് നൈറ്റ് എന്നല്ലാതെ ഗുഡ് മോർണിംഗ് എന്നാണ് മനുഷ്യ പറയുന്നത്. എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു മനുഷ്യ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അല്ല, ബോബച്ചൻ ഗൾഫ് മതിയാക്കി തിരിച്ചു പോന്നു. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വന്നതാ. ഈ ലീവിന് മറ്റു മെനക്കെടുന്ന സമയത്ത് ആ നക്കാപ്പിച്ച സർക്കാർ ജോലി അങ്ങ് വേണ്ടാന്ന് വെച്ചൂടെ? അത് മറ്റാർക്കെങ്കിലും പ്രയോജനപ്പെടുകയും ചെയ്യും. എടോ, മരണപ്പായയില് പെൻഷൻ കിട്ടുന്ന വകുപ്പാ ഗവൺമെന്റ് ഉദ്യോഗം. ഇനി വല്ല സാമ്പത്തിക മാധ്യമം കൊണ്ട് ഗൾഫിൽ നിന്നെങ്ങാനും പോരേണ്ടി വന്നാലും ഇവിടെ അടച്ചു വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടെന്നുള്ള ധൈര്യം ഉണ്ടല്ലോ. അല്ല, ബോബിച്ചൻ ലീവ് എടുത്താ ഗൾഫിൽ പോണത്, ഇയാളോ ലീവ് പോലും എടുക്കാതെയാ സീരിയൽ അഭിനയം. അതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? സർക്കാർ സർവീസിലല്ലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. ചരിത്ര കഥയാ. 400 എപ്പിസോഡ് കഴിഞ്ഞു. ഗ്രഹണി പിടിച്ച പിള്ളേരുടെ വയറൊഴിയുന്ന പോലെ അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. അതെ, പോട്ടെ, ഓഫീസിൽ പോയി ശമ്പളം മേടിച്ചിട്ട് വേണം ഷൂട്ടിങ്ങിന് പോകാൻ. ഈ വേഷത്തിലോ? TV കണ്ടിട്ട് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന ഭാര്യയുടെ പരാതി. അതാ ഇവിടെ ഇങ്ങനെ ഒരു ഫാൻസി ഡ്രസ്. വരട്ടെ. ഓടിച്ചോ, മരിക്കുന്നത് വരെ സർക്കാർ ജോലി നമ്മോടൊപ്പം ഉണ്ടാവും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓർക്കാൻ ഈ സീരിയൽ മാത്രമേ കാണൂ. വരട്ടെ. അമ്മയൊന്നും പറയണ്ട. കുറെ നാളായി അച്ഛൻ ഈ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. മാറ്, കൈവിട്, ഞാൻ പോവാ. വിട്. പെണുങ്ങിയാ പോയത്. അവന്റെ പ്രായം അതല്ലേ. ശമ്പളം കിട്ടിയ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പാട് നമുക്കല്ലേ അറിയൂ. ധർമ്മം തന്ന് സഹായിക്കണേ സാറേ, ഗതിയില്ലാത്തൊരഗതിയാണ്. ഇതാ സർക്കാർ മാതാവ് കടാക്ഷിച്ചു. പലിശ ഇനത്തിൽ 2000 കിട്ടി ബോധിച്ചു. ഇനി പിച്ച ഇനത്തിൽ എന്തെങ്കിലും സഹായിക്കണേ. കൊടുത്താലല്ലേ കിട്ടൂ. കടമായിട്ട് കുറച്ച് കാശ് കൂടി കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. മോനൊരു സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടർ വാങ്ങാനാ. നോക്കട്ടെ, ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാത്ത ഏക സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന ബഹുമാനം എനിക്ക് സാറിനോടുണ്ട്. KSRTC ഡ്രൈവറായി പോയില്ലേ? അല്ല സാറേ, ഇപ്പൊ 3-4 ഡ്യൂട്ടി ഒരുമിച്ചെടുത്ത ആളക്കൊല്ലികളാണ് കൂടുതലെന്ന് കേട്ട്. നേരാണ്. ഉറങ്ങിയ അപ്പ വിവരം അറിയില്ലേ? എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. അല്ല, അതെ, ഞാനിപ്പോ ഡ്യൂട്ടിയില്ല. പലിശ 130. അതെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം. ഇല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരൻ ജാമ്യങ്ങളിൽ നിൽക്കണം. ഉള്ളി സർക്കാർ സാർ കൊടുക്കൂല. പെട്രോൾ തീർന്നായിരുന്നു. പൊളിച്ചപ്പോ ഓക്കെ. ഈ വണ്ടിയുടെ ഒക്കെ ഒരു കാര്യം ഞാൻ എവിടെ ആയിരിക്കണം? ഞങ്ങൾ പമ്പ് ഹൗസിൽ ചെന്ന് തിരക്കി. ഓഹോ, ഒരു പമ്പ് ഓപ്പറേറ്റർ നിലക്കായ ഡ്യൂട്ടി അറിയോ? മോട്ടോർ ഓൺ ചെയ്താൽ അത് അവിടെ കിടന്ന് കറങ്ങും. ഞാൻ ഇവിടെ കിടന്ന് കറങ്ങും.
ഇനി 7 മണിക്കൂർ കഴിഞ്ഞ് മോട്ടോർ ഓഫ് ആക്കാനായിട്ട് കൂടി ചെന്നാ മതി. അതവിടെ വർക്കഹോളിക്ക്, ഞാനിവിടെ ആൽക്കഹോളിക്. ആട്ടെ, കോടതിയോ പോലീസ് സ്റ്റേഷനോ എവിടെയാ ഞാൻ ജാമ്യക്കാരനാവുന്നത്? 11 മണിക്ക് കോടതിയിൽ എത്ര വന്നാ വക്കീല് പറഞ്ഞത്? ഓ, ഒരു കണ്ടീഷൻ മാത്രമേ ജാമ്യം ജാഫറിനുള്ളൂ. അഡ്വാൻസ് ബോട്ടിലായിട്ട് തന്നെ വേണം. അതാണ് എന്റെ വാട്ടീസ് അതോറിറ്റി. അന്തോ സർക്കാർ പിച്ച വിട്ട് അവന്റെ കയ്യിലെങ്ങാനും പെട്ടാണ്ടല്ലോ. നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുന്നവര് പോടാ, പോയിക്ക് രണ്ടുപേരും പോ. ജാമ്യം നിൽക്കാനായിട്ട് എടാ തെണ്ടി പിടിക്കാൻ വരുമ്പോ വണ്ടി ചതിക്കും. നിൽക്കൂലടാ. എടാ തെണ്ടി നിക്കടാ, അവിടെ എന്റെ കയ്യിലാടാ മോനെ നീ. ആ ശിവരാമകൃഷ്ണൻ തന്നെ മനസ്സിലായി. ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ലീവ് എടുക്കാനോ? പറ്റത്തില്ല. നോ 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 നോ. ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്. ഓഫീസ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്നോടാ കളി. എന്താടാ എന്തുവാടേ ഇത്? മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ? മുട്ടാതെ തുറന്നു. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ല, മുട്ടുവിൻ തൊഴിക്കപ്പെടുമെന്നാ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഒന്ന് ഒഴിക്കാൻ വന്നാ സാറേ. ഒഴിക്കാനോ? അല്ല, ഒന്ന് ഒളിക്കാൻ വന്നാ സാറേ. ഒരു കള്ള് ബോട്ടിൽ കിട്ടിയാൽ ചത്ത ആത്മാവിന് പോലും ജാമ്യം നിൽക്കും. ഇപ്പൊ ഈ ഓട്ടം അറസ്റ്റ് വാറണ്ടായി കാണുമല്ലേ? ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരും. പോയേ പോയേ പോയേ, വേറെ എവിടെങ്കിലും പോയി ഒളിക്ക്. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. മനസ്സിലായി. എനിക്ക് സാറിന്റെ വികാരം ശരിക്കും മനസ്സിലായി. എന്തോന്ന്? ഫെബ്രുവരിയിലെ ശമ്പള ദിവസം, ദിവസങ്ങൾ കുറഞ്ഞ മാസം, നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ പ്രിയപ്പെട്ട മാസം. എന്തൊരു ശുഷ്കാന്തി, എന്തൊരു കൃത്യനിഷ്ഠ. അച്ഛനോ? ഏത് വകുപ്പില്? ആ എനിക്കറിഞ്ഞൂടാ. പിന്നെ ആരാ? എന്റെ മോനല്ല സാറേ, സാറിന്റെ മോനാന്ന് തോന്നുന്നു. അതേ മുഖച്ചായ, നല്ല ചുമന്ന് തുടുത്തിരിക്കുന്നു. എന്റെ മോനും? അച്ഛനോ? അമ്മേ അമ്മ എന്നതിന് പകരം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി വിളിച്ചത്. ഇങ്ങനെ വിളിച്ച മുഖത്തിന്റെ ഷേപ്പും ചേഞ്ച് ആവും. ആ മാറുന്ന ചേഞ്ച് ഈ ധർമ്മപാത്രത്തിൽ പിച്ചയായിട്ട് ഇട്ടാ മതി. ഒരു ചേഞ്ച് ആർക്കാ സാറേ ഇഷ്ടമല്ലാത്തത്? നല്ല വാചകടിയാണല്ലോ. പോയെ പോയെ പോയെ, ഇവിടെ ഒന്നുമില്ല. ക്യാഷ് ആയിട്ടില്ലെങ്കിൽ കാർഡായാലും മതി, ഞാൻ ഉരച്ചു നോക്കിയിട്ട് തിരിച്ചു തരാം. പോയെ സാറേ, ആ പഴമനാറിയുണ്ടല്ലോ ജാമ്യം ജാഫർ, സാർ അവനെ കാണണമെങ്കിൽ പറഞ്ഞേക്ക്. എന്നെങ്കിലും അവരുടെ കയ്യിൽ വന്ന് പെടും. അന്ന് ഞാൻ അവന്റെ കുടലും മണ്ടുള്ളൂ. എന്നോട് അവന്റെ കളി. ഒച്ച വെച്ച നാൾ മുതൽ നാണമില്ലല്ലോടോ. കണ്ട പിച്ചക്കാരനെ പോലും പേടിക്കണം. കഷ്ടം. ഒരുത്തിന് പലിശക്കാശിന് ജാമ്യം നിന്നാ സാറേ. ആ എണ്ണം കെട്ടവും മുങ്ങി. എന്നെ കൈ കിട്ടിയ ആ പിച്ച കോളനിലെ കുഷ്ഠരോഗികളെ കൊണ്ട് മസായ ഏൽപ്പിക്കുന്ന സാറേ. ഇപ്പൊ പോയ പിച്ചത്തണ്ടിയുടെ ഭീഷണി. അച്ഛൻ ഹെൽമെറ്റ് വെച്ചു. അപ്പൊ ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസാ. മോളെ, ഈ ഹെൽമെറ്റ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കടക്കാരെയും പറ്റുകാരെയും കണ്ടാ മുങ്ങാം. അത്യാവശ്യം ആരെങ്കിലും എന്നെ ചീത്ത വിളിച്ചാൽ ഞാനത് കേൾക്കുകയില്ല. പിന്നെ നിന്റെ അമ്മയുടെ പരാതിയും പരദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. അങ്ങനെ ഹെൽമെറ്റ് വെച്ചതുകൊണ്ടൊന്നും രക്ഷപ്പെടാന്ന് നോക്കണ്ട. ഡേ മുകുന്ദേട്ടാ, 2 മാസമായി മോളുടെ ഡേ കെയറിൽ ഫീസ് കൊടുത്തിട്ട്. പിന്നെ അടുക്കളയിലാണെങ്കിൽ അരിയില്ല, പഞ്ചസാര ഇല്ല. തുടങ്ങി. എടി കാലത്ത് തന്നെ ഇല്ല ഇല്ല എന്നല്ല, എന്തെങ്കിലും ഐശ്വര്യമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്കിലിവിടെ അരി ഇല്ലായ്മയുണ്ട്, പഞ്ചസാര ഇല്ലായ്മയുണ്ട്. എന്താ ഐശ്വര്യ? മതി മതി. ദൈവമേ, ശമ്പളം കിട്ടുന്ന ദിവസം ഏതെങ്കിലും തീവ്രവാദി സംഘടനകൾ 2 ദിവസത്തേക്കെങ്കിലും എന്നെ തട്ടിക്കൊണ്ടു പോകണമെന്ന് എന്റെ പ്രാർത്ഥന. RT ഓഫീസിലെ തൂണിന് പോലും കൈക്കൂലി കിട്ടും. അത് വാങ്ങാൻ അറിയില്ലല്ലോ. ലക്ഷണം കണ്ടിട്ട് മൂത്തോൾ നിങ്ങളെ പോലെ സർക്കാർ സ്കൂളിലും പഠിച്ച് പല സർക്കാർ ഉദ്യോഗസ്ഥ ആവാനാ സാധ്യത. പക്ഷെ എന്റെ ഈ പൊടിമോളുണ്ടല്ലോ, ഇവളെ ഞാൻ IT കാരിയാക്കും. IT കാർക്കൊക്കെ ഇപ്പൊ എന്താ ഡിമാൻഡ് എന്ന് അറിയോ? അച്ഛാ, പാൽക്കാരനും പത്രക്കാരനും വേസ്റ്റുകാരനും എല്ലാം പിരിവിനിറങ്ങിയിരിക്കുക. അച്ഛന് ജീവൻ വേണമെങ്കിൽ ഈ ഹെൽമെറ്റ് വെച്ച് ഓടിപ്പോക്കോ. ഗവൺമെന്റിന്റെ പവർ കട്ട് പോലെയാ, കൃത്യസമയത്ത് നിങ്ങൾ എത്തിക്കോളും. ഈ മാസവും കാശ് കിട്ടാൻ നമ്മൾ കുറെ കഷ്ടപ്പെടും.
എന്താ താമസിച്ചത്? അവിടെ ഇറങ്ങാൻ താമസിച്ചു, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഓ, ഇന്ന് ശമ്പള ദിവസമാണല്ലോ. ആണ്ടിൽ ഒരിക്കലെത്തുന്ന മഹാബലിയെ പോലെ ഈ മാവേലി തമ്പുരാൻ ഇന്ന് കൃത്യമായി എഴുന്നള്ളൂ. അതെനിക്കറിയാമായിരുന്നു. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. ഇതെന്താ സത്രമാണെന്ന് കരുതിയോ? ദേ പറഞ്ഞേക്കാം, സത്യമായിട്ട് എനിക്ക് ലീഗൽ ആക്ഷൻ എടുക്കേണ്ടി വരും. കാലത്ത് തന്നെ മാഡം നല്ല ചൂടിലാണല്ലോ. എന്തായാലും ഞാൻ ഇതിലൊന്ന് ഒപ്പിട്ടേക്കാം. എവിടെയാ മെഷർമെന്റ് ഫയൽ? അതെവിടെ പോയി? ചേടാ, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ കൃത്യമായിട്ട് ഏൽപ്പിച്ചിരുന്നതാണല്ലോ. ചിലപ്പോ ആ ബ്യൂറോയിൽ കാണും. മതി, കിടന്ന് ഉരുളണ്ട. ആ മെഷർമെന്റ് ഫയൽ അരമണിക്കൂറിനകം എന്റെ ഈ ടേബിളിൽ എത്തിച്ചിരിക്കണം. അയ്യേ, എന്തിന് അരമണിക്കൂർ? 5 മിനിറ്റിനോ ആ ഫയൽ ഇവിടെ എത്തിയിരിക്കും. ഗുഡ് മോർണിംഗ് മാവേലി മന്നൻ. ഗുഡ് മോർണിംഗ്. വല്ലാണ്ടങ്ങ് ചിരിക്കല്ലേ, എല്ലാത്തിനെയും ഞാൻ കാണിച്ചു വിടുന്നുണ്ട്. മെഷർമെന്റ് ഫയല്, ഈ മെഷർമെന്റ് ഫയലൊക്കെ എവിടെ ഒളിച്ചിരിക്കുവാന്നോ? ശിവരാമകൃഷ്ണൻ സാർ പോണം. എന്തായി? ഒന്നിനെ ഞാൻ വളച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് നാക്കിട്ടടിക്കേണ്ടി വന്നു. ഒടുവിൽ ഞാൻ വരാമെന്ന് സമ്മതിപ്പിച്ചു. കലൂര് സ്റ്റാൻഡിന്റെ അടുത്ത വീട്. 26 വയസ്സേ ഉള്ളൂ. ഭർത്താവ് പറഞ്ഞ കൊന്നു കളയുന്ന പറഞ്ഞിരിക്കുന്നേ. ഞാൻ ഒരെണ്ണത്തിന് ലൈനിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ 2 എണ്ണം. സംഗതി കുശാല. അതെ, എന്റെ കരിമണിമാല എവിടെ? കൽക്കട്ട നെക്ലസ്, രാജസ്ഥാൻ മാല, ചക്രമാല, മുത്തുമാല എല്ലാം ഉണ്ട്. ഈ കരിമണിമാലയുടെ മാത്രം പുതിയ മോഡൽ ഒരു ജ്വല്ലറിയിലും എത്തിയിട്ടില്ല. എന്നെ പറഞ്ഞു പറ്റിച്ചാലുണ്ടല്ലോ. ദേ, അടുത്ത ആഴ്ച ഈ കഴുത്തിൽ ഒരു പുത്തൻ കരിമണിമാല തത്തിക്കളിച്ചിരിക്കും. ഇത് സത്യം. എന്റെ പൊന്നു ത്രേസ്യ, എന്നെ ഒന്ന് വിശ്വസിക്കും. പ്യുവർ 916 ഹാൾമാർക്ക് 22 കാരറ്റ്. ഇല്ലെങ്കിൽ സംഗതിയുടെ ഗൗരവം അറിയാലോ. അറിയാം, വിശ്വാസം അതല്ലേ എല്ലാം. ത്രേസ്യയുടെ കാര്യം സോൾവ് ആയി. കരിമണിമാല ഇതിൽ ലൈനാണോ? നീ ഉദ്ദേശിക്കുന്ന ആ ലൈൻ അല്ല. അത് മനസ്സിലായി. സിംഗിൾ ഫേസ് അല്ല, 11 kV ലൈനാണ്. ഇനി ഒരു 3 മാസം കൂടി ഇതിനെ ഒന്ന് സഹിക്കണം. അപ്പൊ 6 മാസം വയറ് കണ്ട പറയത്തേ ഇല്ല. നിനക്കിപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവിടെ നിക്ക്, ഞാൻ ആ ശമ്പളം ഒന്ന് വാങ്ങിച്ചെടുക്കട്ടെ. ഇന്ധനം ഉണ്ടായാലല്ലേ വണ്ടി ഓടുള്ളൂ. ചെല്ല് ചെല്ല്, ഇതെനിക്കുള്ള ഇന്ധനം. ഒരു ചായ കടിക്കാൻ ഒരുപാട്. സാറേ വന്ദനം. ഇതാരും മാഷോ? എന്നെങ്ങനെ മനസ്സിലായി? ഹെൽമെറ്റിന് സാറിന്റെ അതേ ഫേസ് കട്ട്. സാറേ ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ പത്രം, പാല്, പച്ചക്കറി, പലവ്യഞ്ജനം, കേബിൾ TV, മീൻകാരൻ, അങ്ങനെ 100 കൂട്ടം മാസപ്പിരിവുകാരാ. അതിന്റെ ഇടയിലാ ഒരു പുതിയ അവതാരം, റിയാലിറ്റി ഷോ. ഇതല്ലേ എനിക്കുണ്ട് സാറേ. സിവിൽ സ്റ്റേഷനിലെ എനിക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ഭാര്യ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പോയിരിക്കുക മാസപ്പിരിവിനെ. ആഹാ, ഭാര്യക്ക് ഇത് തന്നെയാണ് തൊഴിൽ. ഈശ്വര, ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ. ഭാര്യയ്ക്ക് മാത്രമല്ല, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി എല്ലാവർക്കും റിയാലിറ്റി ഷോ ആണ് ഉപജീവന മാർഗം. ചാനലുകാർ സീരിയൽ വിട്ട് റിയാലിറ്റി ഷോ തുടങ്ങിയപ്പോഴേ ഞങ്ങൾ സ്റ്റേജ് വിട്ട് ചാനലിലേക്ക് വന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാ ചാനലിലും ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ലോഡ് കുട്ടികളെ മത്സരിക്കുന്നത്. സാറിന് അറിയുമോ അത്? സാറിന്റെ മോളിപ്പോ 7ാം റൗണ്ട് എത്തി നിൽക്കില്ലേ? ഇനി SMS മോളെ രക്ഷിച്ചോളൂ. അതിന് ഞാൻ തന്നെ കാശിറക്കണമല്ലോ. എന്താ സാറേ, സാറിന്റെ മോളുടെ പണി എന്താ? വോട്ട് തണ്ടുക. ഇതുകൊണ്ടുള്ള ഗുണം ആർക്കൊക്കെയാ? മൊബൈൽ കമ്പനിക്കാർക്കും ചാനലുകാർക്കും. പിന്നെ സാറിന്റെ മുഖ്യ യോഗം ഉണ്ട്, ഒരു ഫ്ലാറ്റും കിട്ടും. അവക്ക് ഫ്ലാറ്റ് കിട്ടുന്നതിന് ഞാൻ ഫ്ലാറ്റ് ആകും. സാറ് ഫ്ലാറ്റ് ആയാലും എന്താ സാറേ, ഫ്ലാറ്റ് കിട്ടിയാ പോരെ? സാറി എന്റെ ശമ്പളം കഴിഞ്ഞ മാസത്തെ കുടിശ്ശിയുണ്ട് കേട്ടോ. എപ്പോഴും അതെ, ശമ്പളം ചോദിക്കാൻ അന്നേരം എവിടെ നേരെ ഒരു കോള് കയറി വരും. ഹലോ, ആരാ? മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ അത്യാവശ്യമായിട്ട് കല്ലൂർ ജംഗ്ഷൻ വരെ ഒന്ന് വരണം. എന്തിനാ? നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിനാണ് മിസ്റ്റർ. എന്താ കാര്യം? നിങ്ങളാരാ? നേരിൽ പറയാം. ഈ ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. എത്രയും പെട്ടെന്ന് കല്ലൂർ ജംഗ്ഷൻ എത്തണം. ഓക്കെ? ഹലോ. നീയോ? നീ എന്താ ഇവിടെ? ഞാനാണെന്ന് പറഞ്ഞാൽ നീ വരത്തില്ല. അതുകൊണ്ടാണ് ശബ്ദം മാറ്റി വിളിച്ചത്. ഇതെന്താ, ഒന്നെടുത്തപ്പോ ഒന്ന് ഫ്രീ കിട്ടിയതാണോ? രണ്ടുപേരും ഒരേ യൂണിഫോമിൽ. അതെ, എന്തിനാ വിളിച്ചത്? അതെ, ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമില്ല. അതെ, ഒരു 2000 രൂപ എടുക്കാനുണ്ട്. 1000 രൂപ മതി. 1000 പോയിട്ട് 500 പോലും നീക്കി വെക്കാനില്ല. ആണല്ലോ, അതാണ് ഇപ്പൊ തന്റെ പ്രശ്നം. എങ്കിൽ താൻ ധൈര്യമായി ഞങ്ങളോടൊപ്പം വന്നു. എവിടേക്ക്? ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളുണ്ട്, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ആണല്ലോ. അതെ, എങ്കിൽ ഞങ്ങളുടെ കാലടികൾ പിന്തുടരൂ. അല്ലേ സാറേ? അതെ, തന്റെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ഇന്നോടെ തീരും.
ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഈ RNP പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതിന്റെ മീറ്റിംഗ് സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഈ RNP എന്ന് വെച്ചാൽ പഴയ മണീച്ചൻ പോലുള്ള പരിപാടിയല്ലേ? ഏതാണ്ട് അതുപോലെ തന്നെ. ആദ്യം നമ്മൾ ചേരുന്നു, പിന്നെ നമ്മൾ രണ്ടുപേരെ ചേർക്കുന്നു. ഒരാളെ വലത്തിടുന്നു, മറ്റേ ആളെ ഇടത്തിടുന്നു. ഇടത് കാല് വലത് കാല്, വലത് കാല് ഇടത് കാല്. ആ കാലുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി ഇരുന്നാച്ചാ മതി. അതെ, ആഴ്ചയിൽ എല്ലാ ചൊവ്വാഴ്ചയും അതിന്റെ കമ്മീഷൻ ചെക്കായോ DD ആയോ നമ്മുടെ കയ്യിലെത്തിയിരിക്കും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മാസാവസാനം ലോകാവസാനം പോലെയാണല്ലോ. മാസം ആദ്യം തന്നെ മൂന്ന് സാറിന്റെ ലോകാവസാനം. അതറിയാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് കൂടി ഉണ്ടെങ്കിലേ അന്തസ്സോടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ശിവരാമകൃഷ്ണൻ, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ? പത്രങ്ങളിലും ടിവിയിലും നമ്മൾ പല വാർത്തയും കാണുന്നതല്ലേ? 100% വിശ്വസിക്കാം. എല്ലാം വിശദമായിട്ട് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ചേർന്നത്. മാസം നല്ലൊരു തുക ഇപ്പൊ തന്നെ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. അത് ശരി. അറിയാം. സാമ്പത്തിക മാന്ദ്യത്തിൽ ഫ്യൂസ് അടിച്ചു പോയ കോർപ്പറേറ്റ് ജോലിക്കാർ പോലും ഇപ്പൊ ഇതിലാ കണ്ണു വെച്ചിരിക്കുന്നത്. മൂന്തൻ സാറേ, നമ്മള് സർക്കാർ ജീവനക്കാരെ അങ്ങനെ അങ്ങ് മണ്ടന്മാരാക്കാൻ പറ്റും? നമ്മൾ ഏതാ മുതലുകള്? ഈ കാണാൻ പോകുന്ന പൂരം എന്തിനാ കൂടുതൽ പറയുന്നത്? നീ വാ. ഞാൻ പുത്തൻപുരയിൽ പത്മനാഭപിള്ള പൂ പൂ പാപ്പി എന്ന് എന്നെ ബഹുമാനിക്കുന്നവർ വിളിക്കും. മറ്റു ചില കോടീശ്വരന്മാരെ പോലെ തന്നെ ഒരു നേരം ഭക്ഷണമില്ലാതെ മാറ്റിയുടുക്കാൻ വസ്ത്രം പോലും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തിയവനാണ് ഞാൻ. നിങ്ങൾക്കറിയാമോ, ഇന്ന് എനിക്ക് ഒരു മാസം ചുമ്മാ പഷ്ണി കിടക്കണമെങ്കിൽ പോലും വേണം ലക്ഷങ്ങൾ. രൂപയ്ക്കൊഴിച്ച് ബാക്കി എല്ലാത്തിനും വില കൂടി. ജീവിതം ബഡ്ജറ്റിന്റെ കള്ളുകളിൽ ഒതുക്കേണ്ടതല്ല. നിങ്ങൾക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് മണിയാണ്. അതാണ് ഈ പ്രസ്ഥാനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. പ്ലീസ് പ്ലീസ്. തൊലി വെളുപ്പിന്റെ മേമ്പൊടി ചേർത്ത പരസ്യമുണ്ടെങ്കിൽ ഏത് പാഷാണവും പലഹാരമാകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കമ്പോള സംസ്കാരം. നമ്മുടെ പ്രോഡക്റ്റിൽ കച്ചവടക്കാരൻ എന്ന ഇടനിലക്കാരനില്ല. ഇത് വിറ്റ് കിട്ടുന്ന ലാഭവിഹിതം മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്കുള്ളതാണ്. അമേരിക്കയിലും മറ്റും ബലൂൺ മുതൽ BMW വരെ വിറ്റിരിക്കുന്നത് ഇത്തരം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ്. ഗീർവാണ പ്രസംഗമല്ല, പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അനുഭവസ്ഥർക്ക് ഈ വേദി പങ്കിടാം. എന്റെ പേര് ഡേവിഡ് സാമുൽ, സ്വദേശം കോട്ടയം. ഞാനൊരു അധ്യാപകനായിരുന്നു. എന്റെ വീട് ജപ്തി ചെയ്യപ്പെട്ടു. മകളുടെ പഠിത്തവും അപ്പച്ചന്റെ ചികിത്സാ ചെലവുമായി ഞാൻ തീർത്തും കടക്കാരനായി മാറുകയായിരുന്നു. ആത്മഹത്യ മാത്രമായിരുന്നു അപ്പോൾ ഞാൻ മുന്നിൽ കണ്ട മാർഗം. പക്ഷേ ഞാൻ RNBയിൽ ചേർന്ന് പ്രവർത്തിച്ചതിന് ശേഷം എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയുണ്ടായി. ഞാൻ ഇതിലേക്ക് വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. എന്റെ കഠിന പ്രയത്നവും ആശ്രാന്ത പരിശ്രമവും കൊണ്ട് ഈ കഴിഞ്ഞ മാസം ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്നത് 4,55,000 രൂപയാണ്. എന്റെ ഭാര്യയ്ക്കും ചില അനുഭവങ്ങൾ നിങ്ങളോടൊപ്പം പങ്കിടാനുണ്ട്. അവളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്റെ പേര് മറിയാമ്മ ഡേവിഡ്, ഹൗസ് വൈഫാണ്. എന്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവതുല്യനാണ് ഈ ഇരിക്കുന്ന സർ. അതെ, മനുഷ്യരിലും ദൈവങ്ങളുണ്ട്. അതിന് ഏക ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന പൂപ്പു പാപ്പി സർ. കടം കൊണ്ട് മൂടിയപ്പോൾ കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ച ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചത് ഈ പൂപ്പു പാപ്പി സാറാണ്. ഇദ്ദേഹത്തിന്റെ പ്രചോദനവും പ്രോത്സാഹനവുമാണ് ഞങ്ങളുടെ സക്സസ്. ഏത് പാതിരാത്രിക്കും ഈ സാറിന്റെ ഫോൺ വന്നാൽ എന്റെ ഭർത്താവിന് ഒരു സംശയം ഉണ്ടാവില്ല. ഞങ്ങൾ ഒരുപാട് നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലേ സർ? സാറിന്റെ സംസാരം കേട്ടാൽ എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടും. ജീവിതത്തിന്റെ ചില അസന്നിഗ്ധ ഘട്ടങ്ങളിൽ നെഗറ്റീവ് എനർജി തോന്നുമ്പോൾ ഞാൻ ഉടനെ എന്റെ സാറിനെ വിളിക്കും പോസിറ്റീവ് എനർജിക്ക് വേണ്ടി. ആ എനർജിയുടെ പിൻബലത്തിൽ ഈ മാസം ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്നത് 3,20,000 രൂപ. തീർന്നില്ല.
എന്റെ ഈ സാറിനെ കുറിച്ച് ഇനിയും എനിക്ക് ഒരുപാട് അനുഭവ കഥകൾ നിങ്ങളോട് പങ്കിടാനുണ്ട്. ഒരു ദിവസം രാത്രി സാർ ഒരു മിനിറ്റ്. ക്ഷമിക്കണം, ഇനി 2 മീറ്റിംഗിൽ കൂടി എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നതിനോടൊപ്പം ഇതിൽ ചേർന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗോൾഡൻ എക്സിക്യൂട്ടീവായി മാറിയ മിസ്റ്റർ ശിവരാമകൃഷ്ണന് ഈ മാസത്തെ പ്രോഫിറ്റ് ചെക്കിനോടൊപ്പം കമ്പനിയുടെ സ്പെഷ്യൽ സമ്മാനമായ ഒരു കാറും ഈ വേദിയിൽ വെച്ച് ഞാൻ സമ്മാനിക്കുകയാണ്. Come on, Mr. Shivaramakrishnan, please give me loud claps. നമുക്ക് 2 1 2 2 അങ്ങനെ 4 4 പിന്നെ 8 ഇതെന്താ കുടുംബാസൂത്രണത്തിന് പടം വരച്ച് കളിക്കുക? ദേ പറഞ്ഞില്ലെന്ന് വേണ്ട, നാളത്തേക്ക് മാസം 3 ഈശ്വര, കുഴപ്പമായോ? 2 തന്നെ പോറ്റാൻ പെടുന്ന പാട്. അയ്യടാ, മോളുടെ ഫീസ് കൊടുത്തിട്ട് മാസം 3 ഞാൻ പറഞ്ഞത്. അയ്യോ തങ്കം, നീ എന്നെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ചേച്ചി പുട്ടുകുറ്റി, ഇഡലി ചെമ്പ്, സ്റ്റീൽ പാത്രം എല്ലാം ഉണ്ട്. വളരെ വില കുറവാണ്. സാധനത്തിന് ഉള്ളപ്പ കാശ് തന്നാ മതി. ഉള്ളപ്പ തന്നാ മതി ചേച്ചി. ചേച്ചി ഒന്ന് പിടിച്ചങ്ങോട്ട് ഇറക്ക്. സൂക്ഷിച്ച് പതുക്കെ. കാശ് ഉള്ളപ്പ തന്നാ മതി. പതുക്കെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അയ്യോ, എന്താ പറ്റി? എന്താ എന്താ കളയോ? കിടന്ന കാറാടി. ബുദ്ധി വേണം, ബുദ്ധി. നിനക്ക് പോയത് 1 ഗ്രാം തങ്കത്തിന്റെ മുക്ക് കൊണ്ടോ അറിയോ? കിട്ടിയതോ നല്ല അസൽ സ്റ്റീൽ പാത്രങ്ങൾ. പൊട്ടുകുറ്റിയില്ല, ഇഡലി പാത്രമില്ല എന്നുള്ള പരാതിയായിരുന്നല്ലോ. പലഹാര പാത്രങ്ങൾ എല്ലാം ഉണ്ട്. എന്താ പോലെ പക്ഷെ മോന്തേട്ട, കോളനിക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് 10 പവന്റെ 10 മാറ്റുള്ള ഒറിജിനൽ 916 മാലയാന്ന്. എന്നാ പിന്നെ അവർക്കുള്ളിൽ നിന്ന് ഓർക്ക കരഞ്ഞോ? കര കര. അയ്യോ കള്ളൻ, കള്ളൻ! അയ്യോ ഓടി വരണേ, ഓടി വരണേ! 10 പവന്റെ മാല കള്ളം പിടിച്ചോടിച്ചോണ്ട് പോയേ. മതി മതി. അയ്യോ വരണേ, വരണേ, ഓടി വരണേ, എല്ലാരും വരണേ. അതെ, എവിടെ കഴുത്തേ 10 പവന്റെ മാല കള്ളനടിച്ചോണ്ട് പോയി. ആ പാത്ര കച്ചവടക്കാരനാണോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അവൻ ഈ കോളനി കിടന്ന് കറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി വരുമ്പോ എന്റെ മാലയെ പിടിച്ചാണ് ഒറ്റ ഓട്ടം. ഞാൻ ഓട്ടം വെച്ചു, കാരണം ബുക്ക് കൊണ്ട്. ഇത് അതുപോലെയാണോ? 10 പവന് തനി തങ്കം എന്ന് പറഞ്ഞാൽ കാശ് എത്രയാവും? ഇല്ലേ? പിന്നെ മാറ് പാമ്പേ, കാര്യം നമുക്ക് പോലീസിൽ പരാതി കൊടുത്താലോ? പരാതി ഒന്നും വേണ്ട. അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. പോട്ടെ, നിവർത്തിയോടുണ്ടായിരിക്കും. പശ്ചാത്തപിച്ച് തിരിച്ചു തരുന്നെങ്കിൽ തരട്ടെ. ഇനി അതല്ല, അതുകൊണ്ട് അയാൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. ഈ സ്റ്റീൽ പാത്രം കൊണ്ട് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ലേ തങ്കം? പിടിക്കും. അയ്യോ, മാലയ്ക്ക് പകരം പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാമോ? പാത്രം കഴുത്തിട്ട് നടക്കൂ. ഈ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചു പേരേ ഉണ്ടാവുള്ളൂ. അവർക്ക് കൊടുക്കാൻ അധികം പാലൊഴിക്കാതെ ഒരു ഇത്തിരി ചായയും പിന്നെ കഴിക്കാൻ 2 ബിസ്ക്കറ്റും. അത് പിന്നെ പട്ടി ബിസ്ക്കറ്റ് ആയാലും മതി, അവറ്റകൾ തിന്നോളും. ശിവേട്ടാ, ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഈ വീട്ടിൽ നടക്കില്ല. നിങ്ങളുടെ ബിസിനസ് വീടിന് വെളിയില്. എന്റെ പപ്പിക്കുട്ടിയല്ലേ, ഈ ഒരു പ്രാവശ്യം മാത്രം. ഇല്ലെങ്കിൽ നിന്റെ ശിവേട്ടൻ ബോസിന് മുമ്പിൽ കൊച്ചാവും. ശിവേട്ടന് വേണ്ടി ഓഫീസിൽ ഞാൻ കൊച്ചാവാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതിന് പകുതിയെങ്കിലും ആത്മാർത്ഥത സ്വന്തം തൊഴിലിനോട് കാട്ടിയിരുന്നെങ്കിൽ കഷ്ടം. അപ്പൊ നിനക്ക് സ്വന്തം തൊഴിലാണോ പ്രധാനം? ആരാ? വീട്ടു ജോലിക്ക് വന്നതാ. മാഡത്തിന്റെ അമ്മയാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. 2 കൂടി പാർട്ട് ടൈമായി നിൽക്കാനാ പറഞ്ഞേ. അത് കൊള്ളാം. ഇതിനു മുൻപ് എവിടെയാ ജോലിക്ക് നിന്നത്? ആ വർമ്മ സാറിന്റെ വീട്ടില്. ഏത്? ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ വർമ്മ സാറോ? അതെ. എന്താ അവിടെ വേണ്ടെന്ന് വെച്ചത്? നിങ്ങളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം അറിയും. അതുകൊണ്ട് ഞാൻ സത്യം അങ്ങ് തുറന്നു പറഞ്ഞേക്കാം. ആ വർമ്മ സാറേ എന്നെ കെട്ടിപ്പിടിച്ചു. അത് ഇഷ്ടമായില്ല. വൃത്തികെട്ടവൻ. ജോലിക്കാരിയായ ഇങ്ങനെ വേണം.
ഇഷ്ടമല്ലാത്ത ഒരു പ്രലോഭനത്തിന് കൂട്ടു നിൽക്കരുത്. എനിക്കല്ല, ആ വർമ്മ സാറിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്തത്. നടക്ക്. അകത്തേക്കല്ല, പുറത്തേക്ക്. അയ്യോ, അപ്പൊ എന്റെ ജോലി? എനിക്ക് ജോലി ഉണ്ടാക്കരുത്. സ്ഥലം വിട്ടോ, പൊയ്ക്കോ പൊയ്ക്കോ. നിന്റെ കഷ്ടപ്പാട് ഓർത്ത അമ്മ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഭാര്യമാരെ എത്ര വേണമെങ്കിലും കിട്ടും, ഈ കാലത്ത് ഒരു വേലക്കാരി കിട്ടാനാണ് പാട്. വേലക്കാരി അല്ലാതെ എനിക്ക് എന്റെ ഭർത്താവിനെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. ഇവളെന്താ അങ്ങനെ പറഞ്ഞത്? ഞാനിവിടെ വെറുതെ നിൽക്കുവല്ലായിരുന്നു. സരസു ചേച്ചിയെ ഇടുന്നു. എന്റെ പൊന്നെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. മുടിഞ്ഞ വെയിറ്റ് ആണ് ഇവക്ക്. എന്റെ കാലിൽ നീര് വരുമെന്ന് ഉള്ള കാര്യമില്ല ഞാൻ പറഞ്ഞത്. ശരി, അപ്പൊ ഇതാ പരിപാടിയല്ലേ? കാലത്തെ വന്നങ്ങ് കൊത്തി മിടുക്കൻ. സാരമില്ല, നീ എന്റെ റൈറ്റ് ലെഗിലായതുകൊണ്ട് ഇതും എന്റെ അക്കൗണ്ടിൽ വരും. KSEB ചേച്ചി വിചാരിച്ചാ ഒരുപാട് പേരെ ചേർക്കാം. പിന്നെ ഒരു പവർ ഹൗസ് അല്ലേ ഈ ഇരിക്കുന്നത്. ഇവളുടെ പവർ വെച്ച് തന്നെ ഒരുപാട് പേരെ ചാർജ് ചെയ്യാന്ന്. സത്യം പറയാലോ, മലേഷ്യക്ക് ഫാമിലി ട്രിപ്പ് പോകാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാനിത് ചേർത്തത്. പിന്നെ 7 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുകയും ചെയ്യാമല്ലോ. അല്ലേ മോളെ? ഞങ്ങൾ ഇതുവരെ ഫ്ലൈറ്റ് കയറിയിട്ടില്ല. ടൂർ പോയതോ ആ കന്യാകുമാരി വരെ, അല്ലേ മേ? എന്തായാലും ക്ലാസ് കിടക്കാം. കുട്ടി ഉറങ്ങുന്നു. ഇറങ്ങി. ഫ്ലൈറ്റ് മലേഷ്യയിൽ എത്തിയോ? എത്തി, ഇറങ്ങ. ഇത്ര പെട്ടെന്ന്? എന്താന്നറിയില്ല, ഈ ദുർവാസ്രാവിന്റെ വേഷം ഇട്ടതിന് ശേഷം ചുമ്മാ അങ്ങ് ശപിക്കാൻ തോന്നുക. ഞാനൊന്ന് ശപിച്ചാലോ? അയ്യോ വേണ്ട വേണ്ടേ. അല്ല ബോബിച്ചോ, സ്ഥലം വല്ല നോട്ടുണ്ടെങ്കിൽ പറയണം. താനിപ്പോ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ? സർക്കാർ ഓഫീസിലെ ഫോൺ, ഡിപ്പാർട്ട്മെന്റ് വക വണ്ടി, ഓഫീസിൽ തന്നെയല്ലേ രാജപ്പന്റെ ബ്രോക്കർ പണി. ഈ സീരിയൽ അഭിനയത്തെക്കാൾ സുഖമുള്ള ഏർപ്പാടാ. ഒറ്റ ഫോൺ കോളിലല്ലേ കച്ചവടം. പിന്നെ തൊട്ടവനെ തൊട്ട കമ്മീഷൻ വേറെ. ഭൂമി കുലുക്കത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് പക്ഷി മൃഗാദികളിൽ നിന്നാണ്. ഒരു കയ്യിൽ കോഴി, അതേ കയ്യിൽ തന്നെ സിനിമാ സീൻ, കച്ചത്തിലോ മദ്യക്കൊപ്പി. അപ്പൊ ഓർമ്മിച്ചോളൂ, നാളെ ഹർത്താൽ. നേരെയാണോ? ഈ ദുർവാസ്രാവ് വെറും വാക്ക് പറയില്ല. ശങ്കരേട്ട, നാളെ ഹർത്താലാ? പിന്നെ സർക്കാർ എന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഹർത്താലാ. നാളെ നമുക്ക് അടിച്ചു പൊളിക്കണം. നാളെ ഹർത്താലാ? അതെ, ഹർത്താല. നമ്മുടെ പ്രവചനം ഫലിക്കില്ല. ആശ്വാസമായി. സരക്ക് വന്നിരിക്ക്, എടുത്തു വെച്ചിരിക്ക്. ആഘോഷമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദേശീയോത്സവമാണ്. സരക്ക് വന്നിരിക്ക്. ചായ കുടിച്ചേ. ചൂടുള്ള ചായ കുടിക്കുന്നതിന് മുമ്പ് ചൂടുള്ള ഒരു ചുംബനം തരൂ. കുറച്ചു ദിവസം ആയില്ലേ? വേണ്ട വേണ്ട. ഒരെണ്ണം താ, ഒരെണ്ണം താ, ഒരെണ്ണം താ, ഒരെണ്ണം താ. ഞങ്ങൾക്കിടെ നീ എങ്ങനെ വന്ന്? ഭാര്യയില്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് കൂട്ടുകാരത്തെ ഇതിലായിരുന്നു സാറേ. പല്ല് പോലും തേക്കാതെ ഇപ്പൊ മാനം പോയേനെ. ഞാനാ ടൈപ്പൊന്നും അല്ല. എടാ, ഞാനൊരു ദിവാസ്വപ്നം കണ്ടതാ. ദിവ്യ സ്വപ്നം കണ്ട എന്നെ പിടിച്ച് ഉമ്മാവും ചെന്നത്തിനാ. ഉള്ള ചാരായോ എല്ലാം കൂടെ വലിച്ചു കയറ്റി. അയ്യേ, കാലത്തെ കണ്ട സ്വപ്നം ഫലിക്കുമെന്ന. ഇതവളാ എന്റെ പപ്പിക്കുട്ടി. കുപ്പിക്കുട്ടി പപ്പിക്കുട്ടിയുടെ ബെല്ലല്ല വല്ല പ്രത്യേകതയാണ്. വല്ല മസാലപ്പൊടിയും വിൽക്കാൻ വന്ന കുടുംബശ്രീക്കാരെ മറ്റോ ആയിരിക്കും. പപ്പി നിങ്ങൾ വന്നങ്ങ് ചേർത്തിട്ട് പോയി. രാത്രിയിൽ എവള് കിടന്ന് ഉറക്കപ്പിച്ച് പറയാന്നേ, എന്റെ അടിയിൽ ആളില്ല, എന്റെ അടിയിൽ ആളില്ല. മനുഷ്യന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നേ. മലേഷ്യക്ക് പറക്കാനുള്ള ടിക്കറ്റ് എന്നാണാവോ കിട്ടുക? മുകുന്ദനെ പോയി കണ്ടു. ഇവിടെ ചോദിക്കാനാ പറഞ്ഞതേ. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എല്ലാം പോയോ? അല്ല, ഈ പോയി എന്ന് പറഞ്ഞതേ എന്റെ ഭാര്യ പിണങ്ങി പോയി. അക്കാര്യം പറഞ്ഞതാ, അറിഞ്ഞില്ലേ? അത് ഞങ്ങൾ അറിഞ്ഞു. ചട്ടിയും കലമൊക്കെ ആകുമ്പോ തട്ടിയും മുട്ടിയും നോക്കി ഇരിക്കും അല്ലേ? അയ്യോ, അതിന് ഇവിടത്തെ അടുക്കളയിൽ മുഴുവൻ സ്റ്റീൽ പാത്രങ്ങളാ അല്ലേ സാറേ? ആ, നിങ്ങളെ ഞാൻ നേരിട്ട് കാണാൻ ഇരിക്കുകയായിരുന്നു. ഇന്നലെ കമ്പനിയിൽ നിന്ന് വിളിച്ചിരുന്നു. മിക്കവാറും 1 മാസത്തിനകം മലേഷ്യൻ ട്രിപ്പിന്റെ കാര്യം അറിയാൻ പറ്റും. അയ്യോ, നിനക്ക് സമാധാനമായല്ല?
നോക്കണം. എന്നാലും ഇവളെ എനിക്ക് കിടക്കപ്പോലും തരില്ലോ നീ. ഓ, ആശ്വാസമായി. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങിക്കോട്ടെ. വാ ചേട്ടാ. ആ പിന്നെ വെറുതെ ഇരിക്കുമ്പോ മലേഷ്യൻ ഭാഷ കൂടി പഠിച്ചോ. അവിടെ ചെല്ലുമ്പോ പർച്ചേസിനൊക്കെ ഉപകരിക്കും. അതെങ്ങനെ? മലയാളം മലൈ പുസ്തകം കിട്ടും. സന്തോഷമായല്ലേ? സന്തോഷമായി. വാ നമുക്ക് ഇറങ്ങാം. നല്ല ചേർച്ച അല്ലേ? ചക്കയും ചക്കക്കുരുവും പോലെ ഇരിക്കുന്നു അല്ലേ സാറേ? പിന്നൊരു കാര്യം, എല്ലാം വിളിച്ചു നാട്ടുകാരെ കൂടെ അറിയിപ്പിക്കരുത്. പിച്ചണ്ടിൽ ഇപ്പൊ പാർട്ണർഷിപ്പ് ആയോടാ? പിന്നെ ഇവനെന്റെ അളിയനാ, വിടുത്തരാ. ഞാൻ പൊങ്കലിൽ നാട്ടിൽ പോവാ. 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. അതുവരെ ലൈനൊന്ന് പരിചയപ്പെടുത്താനാ. ഒന്നുമില്ല, പോയേ പോ. രാവിലെ തന്നെ വന്നോളൂ. പണക്കാർക്കിടയിലും പിച്ചക്കാരുണ്ട്. ഒരു നശിച്ച ദിവസമാണോ നീ ജനിച്ചത്? മൂന്നച്ചന്മാരുടെ കുർബാന. ആദ്യം വന്നത് കൊച്ചച്ഛൻ, പിന്നെ വന്നത് വില്ലച്ചൻ, ലാസ്റ്റ് വന്നത് ഏതച്ഛൻ. എവിടേക്കാ? പിച്ചക്കാരുടെ വേഷത്തിൽ കോളനിയിൽ കള്ളന്മാരുടെ ശല്യം വളരെ കൂടുതലാ സാറേ. ജന്മം കൊണ്ട് ഞങ്ങൾ പിച്ചക്കാരനാണെങ്കിലും ക്യാരക്ടറിൽ ഞങ്ങൾ ഡീസന്റാ. അത് ഈ കോളനിക്കാർക്ക് മൊത്തം അറിയാം. രക്ഷപ്പെട്ടു. ഇതാണ് ഇടിവണ്ടി ഏലിയ. കൈ കിട്ടിയ കൂമ്പെടുത്താണ്. വാഴടയല്ല നമ്മട. ജാമ്യം ജാഫർ. ചേട്ടാ പിച്ചക്കാരൻ തെണ്ടി. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഉടമ്പടി വന്നിട്ട് അവൻ അങ്ങോട്ട് പോയി. ചിലപ്പോ അവൻ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും. എന്നോടാ പട്ടിയുടെ കളി. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. എന്റെ ബലമായ സംശയം ആക്രമണത്തിന്റെ രീതി കണ്ടിട്ട് ജർമ്മൻ ഷിപ്പാടാ. അതുറപ്പാ. അച്ഛനും അമ്മയും ഇവരുടെ മുമ്പിൽ താഴണ്ട. ഞാനും പപ്പിയായിട്ടുള്ള പ്രശ്നം ഞങ്ങൾ സ്വകാര്യമായിട്ട് തീർത്തോളാം. ഇത് പിള്ള എവിടെ പോയി? കള്ളി, ഞാൻ സമ്മാനിച്ച് നൈറ്റ് ഇട്ടുകൊണ്ട് നിൽക്കുക. അപ്പൊ എന്നോട് സ്നേഹമുണ്ട്. ഐഡിയ ഒച്ചക്കല്ലേ. ഞാൻ ശരിയേട്ടൻ. എന്തൊരു ശക്തി. മാപ്പ് തരാൻ ഞാൻ വിടുന്ന പ്രശ്നമേ ഇല്ല. എന്നോട് ക്ഷമിച്ചു എന്ന് പറ. ഞാൻ ക്ഷമിച്ചാ മതിയോ? ആള് മാറിപ്പോയതാ. എന്താ ഇവിടെ? അത് പിന്നെ എന്താടി ഉണ്ടായത്? ഞാൻ മോളിൽ നിന്ന് അച്ചാറ് പറഞ്ഞ് എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ദേ ഈ സാർ പുറകെന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ അങ്ങ് പേടിച്ചു പോയി. സാറാന്ന് അറിഞ്ഞില്ല, അതുകൊണ്ടാ ഓടിയാത്. സോറി കേട്ടോ. ഇന്നത്തെ കാലത്ത് വേലക്കാരിയും വീട്ടമ്മയും തിരിച്ചറിയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ഇവർക്ക് കള്ളിമുണ്ടായിരുന്നു വേഷം. ഇപ്പൊ നൈറ്റ് ഇട്ടോണ്ട് ഇറങ്ങിയിരിക്കല്ലയോ. വാച്ച് കടിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. അവള് ജോലിക്ക് വെക്കണമെന്നും പറഞ്ഞ് അന്നേ നിങ്ങൾ എന്റെ പുറകെ കൂടിയതാ. ഇതായിരുന്നു ഉദ്ദേശം. ഇപ്പോഴാ മനസ്സിലായത്. അയ്യോ അങ്ങനെ പറയരുത്. സത്യമായിട്ട് ഞാൻ പപ്പിയെ കാണാൻ വന്നതാ. പപ്പിയെ കാണാൻ നോണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. അമ്മേ, പപ്പിയെ കാണാനായിരുന്നെങ്കിൽ അന്തസ്സോടെ മുൻവശത്തോടെ കയറി വരായിരുന്നില്ലേ? അസമയത്ത് അടുക്കളയിലൂടെ കയറി വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാനുള്ള സാമാന്യം ഞാൻ ഞങ്ങൾക്കുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കരുത്. സത്യമായിട്ടും എന്റെ വായും മനസ്സും അറിയാത്ത കാര്യമാണ്. അച്ഛനെങ്കിലും ഒന്ന് പറ. വെറുതെ കോളനിക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ശിവരാമകൃഷ്ണൻ പോയേ. പപ്പി യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഞാൻ ഇങ്ങനെ വരുമ്പോ ഇവിടെ തിരിഞ്ഞു നിൽക്കായിരുന്നു. ഇവിടെ ബാക്ക് കണ്ടപ്പോ കരയില് ഇപ്പൊ പാല് തരാം കേട്ടാ. ഒന്നിങ്ങോട്ട് വരുമോ? ചെറിയൊരു സഹായത്തിനാ. ഇത് വളയാൻ ചാൻസ് ഉണ്ട്. എന്തൊരു കവിള്. ഞാൻ കുഞ്ഞു ബേബി.
കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അയ്യോ, ബേബി കുഞ്ഞെന്ന പേര് എല്ലാരും വാത്സല്യത്തോടെ കുഞ്ഞു ബേബി എന്ന് വിളിക്കും. നവംബർ 14 ശിശുദിനത്തിലാ ജനനം. അതുകൊണ്ട് ശരിക്കും എനിക്ക് കുഞ്ഞിന്റെ മനസ്സാ. കാണണോ? വേണ്ട. ഇവിടുത്തെ ഡേ കെയർ എവിടെയാ? ആഹാ, അപ്പൊ ഇതാണ് ആ മുതല്. സ്പെഷ്യൽ ട്രെയിനിങ്. ഞാൻ വരുന്നത് ഇവിടെ അത്രയ്ക്ക് പബ്ലിസിറ്റി ആയോ? വെൽക്കം. എത്ര പെറ്റു? എന്താ പേരെടുപ്പുണ്ടോ? അയ്യോ ഇച്ചി, അങ്ങനെ പറയാൻ പാടില്ല. എത്ര പെറ്റാലും നിങ്ങളുടെ കുട്ടികൾ ദേ ഈ കൈകളിൽ സുരക്ഷിതരാ. സ്നേഹിക്കാൻ ഒരു ഹൃദയവും ലാളിക്കാൻ 2 കൈകളും. അത് മാത്രമാണ് എന്റെ സമ്പാദ്യം. എവിടെയാ ഡേ കെയർ? നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാ മതി. ശരി ആന്റി, ടാറ്റാ. ആന്റി നിന്റെ കുഞ്ഞമ്മേന്നായിരിക്കും. എത്രയോ കേട്ടു മടുത്തു ഞാൻ. സാരമില്ല ആന്റി. കൊള്ളാം, നല്ല ഡേ കെയർ. അമ്മേ അനുഗ്രഹിക്കണമേ. തുടക്കം കൊള്ളാം. കട്ടയ്ക്ക് കട്ട. നല്ല സംസ്കാരം. ഇത് തന്തയ്ക്ക് പിറന്നതല്ല, ക്ലോണിങ്ങിലുണ്ടായ വിത്ത. സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. ഇതൊക്കെ പറന്നു വരുന്നത്. ചവിട്ടി കൂട്ടി തലയിലിട്ട് തേച്ചളയും ഞാൻ. തല തെറിച്ചവന് എന്റെ പെടലി പോയി. ഇവനെന്താ കാള കൂട്ടുന്നു? എന്റെ പൊന്നുമോനിങ് വാ, അങ്കിൾ എടുത്തോളാം. എന്റെ കുടുംബാസൂത്രണം കഴിഞ്ഞു. അരി വാങ്ങിയില്ല, ബക്കറ്റ് കിട്ടിയില്ല, ആശുപത്രി കിടക്കയിൽ കിടന്നുമില്ല. എന്നാലും കല്യാണത്തിന് മുമ്പേ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊരു സംശയം. എന്റെ ഫാമിലി പ്ലാനിങ്ങിന് ഒരു ചവിട്ട് കിട്ടിയത് സിഐയുടെ മോനായി പോയി. അല്ലെങ്കിൽ സെൻട്രൽ ജയിലിൽ കിടന്നാൻ അറിയാണ്ടോ? അതെ, കുട്ടികൾ കുറച്ച് വികൃതികളാ. എന്റെ പൊന്നെ, ഇത് കുട്ടികളല്ല, കുട്ടിച്ചാത്തന്മാരാ. അതെ, ഇവർക്ക് അല്പം കുസൃതി തരങ്ങൾ ഉള്ളതുകൊണ്ട് ഇവരെ നോക്കാൻ സ്പെഷ്യൽ ട്രെയിനി ആയ ബേബി കുഞ്ഞിനെ കുഞ്ഞു ബേബി. ഓക്കെ കുഞ്ഞു ബേബിയെ പറഞ്ഞ ശമ്പളത്തിന് ഞങ്ങൾ നിർത്താൻ തീരുമാനിച്ചത്. സാരമില്ല, ഇതൊക്കെ ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തോളാം. ഞാൻ വരുന്ന വിവരം ഇവര് മുൻകൂട്ടി അറിഞ്ഞു അല്ലേ? കുരിശ് കണ്ട പിശാചുക്കൾ അടങ്ങുമല്ലോ. ഒരു പേടി ഇരിക്കട്ടെ എന്ന് കരുതി ഞാനാ പറഞ്ഞത്. അതുകൊണ്ട് ഇവർക്ക് പ്ലാൻ ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചു. താങ്ക്സ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നല്ലോ. സാമ്പത്തിക പ്രശ്നത്തിന് ഒരു കച്ചിത്തുരുമ്പായി തുടങ്ങിയ പ്രസ്ഥാനമാണ്. ദയവേത് കുഞ്ഞു ബേബി ഞങ്ങളോട് നന്നായിട്ടൊന്ന് സഹകരിക്കണം. പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ പ്രധാനം, ഓരോ ദിവസം കുട്ടികൾ കൊണ്ടുവരേണ്ട ഭക്ഷണത്തിന്റെ മെനു ഞാൻ തലേ ദിവസം രക്ഷിതാക്കളോട് പറയും. കാരണം ഒരേ ടൈപ്പ് ഭക്ഷണം ആവുമ്പോ എനിക്കങ്ങ് മടുക്കും. പിന്നെ ഖരപദാർത്ഥങ്ങൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കത്തേയില്ല. ഈ പിള്ളേർക്കൊക്കെ അപ്പിട്ട് കഴിഞ്ഞാൽ ഞാനല്ല കഴുകി തുടങ്ങേണ്ടത്. അതുകൊണ്ട് അത് കൊടുക്കില്ല. പിന്നെ എല്ലാ ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയും ഗാന്ധി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി, സമാധി, ദുഃഖ വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിലും ഞാൻ സ്പെഷ്യൽ അവധിയിലായിരിക്കും. അതെന്തിനാ? അന്ന് ബീവറേജസ് അവധിയാണല്ലോ. ചെറിയൊരു സൈഡ് ബിസിനസ് ഉണ്ട്. അതിലൊന്നും നിങ്ങൾ കയറി ഇടപെടരുത്. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലേ? അതെ, ചിൽഡ്രൻസ് വെൽഫെയറില. എങ്ങനെ മനസ്സിലായി? ഉണ്ണിയെ കണ്ടാൽ അറിയാവല്ലോ. എന്തായാലും വലിയൊരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ കുഞ്ഞു ബേബിയെ ഏൽപ്പിക്കുന്നത്. ഈ കോളനിയിലും പരിസരത്തുമുള്ള കുട്ടികളെല്ലാം വികൃതികളാണെങ്കിലും ക്ഷമയോടെ ഒരു കുറവുമില്ലാതെ ഇവരെ നോക്കണം. നവംബർ 14 ശിശുദിനത്തിൽ പിറന്നവനാണ് ഈ ഞാൻ. കുട്ടികൾ എനിക്ക് വീക്ക്നെസ് ആണ്. നോക്കിക്കോ, ഒരു നിമിഷം കൊണ്ട് ഇവറ്റകളെയൊക്കെ കംപ്ലീറ്റ് ഞാൻ കയ്യിലെടുക്കും. പിന്നെ കുട്ടികളെ മാത്രമല്ല, ഈ കോളനിക്കാരെ മുഴുവനും. എന്തേ കാണോ? അനിയോ, ഇങ്ങനെ ആരാന്റെ വേസ്റ്റുമാര് ജീവിച്ചാ മതിയോ? പിന്നെന്താ വേണ്ടേ? ഇന്ന് ഗാന്ധി ജയന്തിയാണ്. ബിവറേജസ് അവധി. സാധനം ദേ റെഡി. ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഇതെന്താ മൊബൈൽ ബാറോ? ഇത് ഷോറൂം. ഗോഡൌൺ വേറെ ഉണ്ട്. ISI മുദ്രയുള്ള നാടൻ സാധനം ഉണ്ട്. എടുക്കട്ടെ? വേണ്ട, താനൊന്ന് പോയാ മതി. ഈ നാറ്റം സഹിച്ചത് വേസ്റ്റായി. പോടാ. വരുന്നുണ്ടല്ലോ. വർക്കൗട്ട് ആവും.
ഇതേതാ പുതിയൊരിനം? ആരുമില്ല, ഒന്ന് ട്രൈ ചെയ്താലോ? கண்கள் இரண்டால் உன் கண்கள் இரண்டால் என்னை கட்டி இழுத்தாய் இழுத்தாய் போதாதென சின்ன சிரிப்பில் ஒரு கள்ளச் சிரிப்பில் என்னை தள்ளிவிட்டு மூடி மறைத்தாய். கண்கள் இரண்டால் உன் கண்கள் இரண்டால் என்னை கட்டி இழுத்தாய் இழுத்தாய் போதாதென சின்ன சிரிப்பில் ஒரு கள்ளச் சிரிப்பில் என்னை தள்ளிவிட்டு மூடி மறைத்தாய். കണ്ടു കണ്ണിലല്ല, കേട്ടു കാതിലല്ല, കൊണ്ടു ഹൃദയത്തിൽ. ഇത്ര പെട്ടെന്ന് ഈശ്വര, എനിക്കെന്താ പറ്റി? എന്താണ് അവിടെ? എന്റെ ഭാവി അമ്മായി അച്ഛൻ. മോള് ഈ വിത്തിൽ മുളച്ചതാണെന്ന് പറയത്തേയില്ല. അല്ല, ഞാനീ കോളയല്ല, കോളനിക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇറങ്ങിയതാ. ഇന്ന് ഗാന്ധി ജയന്തി അല്ലേ, പോരാത്തതിന് സൺഡേ ഹോളിഡേ. ഈ കൊതുക് പോലും പോട്ടറടിച്ച് ഉറങ്ങുന്ന ദിവസമല്ലേ ഇന്ന്. അതിന് ബീവറേജ് അവധിയല്ലയോ? ഏയ്, സാധനം റെഡി. കയ്യിലുണ്ടോ? അരയിലുണ്ട്. അതെ, അവള് കണ്ടാ കുഴപ്പമാ. പിന്നെ ഒരു തുള്ളി എനിക്ക് കിട്ടത്തില്ല. പിന്നെ കാശില്ല. പകരം ഒരു സാധനം തരാം. മുസ്ലിം പവർ എക്സ്ട്രാ. ഞാൻ ഇതിന്റെ കമ്മീഷൻ ഏജന്റാ. അപ്പൊ സർക്കാർ ഉദ്യോഗത്തിന് പുറമെ കമ്മീഷൻ പണിയും കൂടെ ഉണ്ട്. ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ്സാ. മോളിലൊന്നും ആരുമില്ല, അങ്ങ് തന്നേക്ക്. മോളിലാരുമില്ല. അതെ, മോളിന്നാണോ പേര്? അല്ല, ഗൗരിന്ന. ശരി, ശുഭലക്ഷണം. സാധനം ഉപകാരപ്പെടും. ഗൗരി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവള് ഈ PSC ടെസ്റ്റ് എഴുതിയിട്ട് റിസൾട്ടിന് കാത്തിരിക്കുക. ഓ, അപ്പൊ ജയിലുറപ്പ്. ഞാനും ഇന്നൊരു PSC ടെസ്റ്റിന് പോവുക. ഈ പ്രായത്തിലോ? എന്റെ PSC എന്ന് വെച്ചാ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്. ഡോക്ടറെ കാണാൻ പോവുക. ഈ മനുഷ്യൻ ഇതുവരെ പോയില്ലേ? ഭാര്യയാ. ചുമ്മാതല്ല ചേട്ടൻ എക്സ്ട്രാ പവറിന്റെ ഹൈ കമ്മീഷണർ ആയത്. മതി 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 മതി, വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ബാ 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 ബാ. അതെ, രാവിലെ മുതൽ ഞാൻ നന്നായിട്ട് ഓടി. കുടിക്കാൻ വെള്ളമുണ്ടോ? ഭയങ്കര ദാഹം. ആണുങ്ങളില്ലാത്ത വീടെത്തുമ്പോ എല്ലാവർക്കും സാറ് വരുന്നതിന് മുമ്പ് കലാപരിപാടിയെല്ലാം നിർത്തണം. നീ എന്നാ കഴിക്കാത്ത? എനിക്ക് വേണ്ടെന്നേ. കഴിക്ക. ഓ, ഇനി ഞാൻ കഴിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. അയ്യേ, ഇതെന്താ ഒരു അടപ്പില്? ഈ മന്ത്രിമാരും VIP കളൊക്കെ പോകുമ്പോ ഒരു മുന്നറിയിപ്പുണ്ടല്ലോ, ഈ പൈലറ്റ് വണ്ടിയുടെ. ഞാനിപ്പോ കഴിച്ചത് പൈലറ്റ് വണ്ടിയാ. ഇനിയാണ് ഒറിജിനൽ അരി. ഒരു ലൈബോയ് സോപ്പിന്റെ ചെറിയ രുചിയില്ലേ? ഉണ്ട്. ഞാൻ ലൈബോയ് സോപ്പ് ഇട്ടാ കുളിക്കുന്നത്. അതെങ്ങനെ ഇതിനകത്ത് വന്നത്? ഈ കോളനിയിലെ സാറന്മാരെല്ലാം വലിയ വലിയ മാളികയിൽ താമസിക്കുമ്പോ ഇവിടത്തെ പമ്പ് ഓപ്പറേറ്ററായ എനിക്ക് തന്നിരിക്കുന്ന വെറും ഒരു ഷെഡാ. ഞാൻ കുളിക്കുന്നുണ്ടോ പെടുക്കുന്നുണ്ടോ എന്നാരും തിരക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ കോളനിയിലേക്ക് വാട്ടർ സപ്ലൈ നടത്തുന്ന ആ ടാങ്കിലാണ് ഞാൻ കുളിക്കുന്നത്. ഒരു ദിവസമെങ്കിലും ഈ കോളനിക്കാർക്ക് നല്ല വെള്ളം കൊടുത്തൂടെ? ഒരു ദിവസം 3 ദിവസം ഞാൻ കുളിക്കാതെ ഇരുന്നിട്ട് 3 ദിവസം നല്ല വെള്ളം കൊടുത്തപ്പം ഇവിടെയുള്ള സാറന്മാര് പറയാ ആ വെള്ളത്തിന് എന്തോ രുചി വ്യത്യാസം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ആ ടാങ്കിൽ തന്നെ ആക്കി കുളി. ഞാനൊരു സൽക്കർമ്മിയല്ലേടാ. അതെ, നീ ഇപ്പൊ ഒരാഴ്ചയിലെ വന്നിട്ട് കുറച്ച് കഴിയുമ്പോ നിനക്കും ഇതൊരു ശീലമായിക്കോളൂ. അതെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? വലിയ ആഴമുള്ളതാണോ ടാങ്ക്? ഭയങ്കര ടാങ്ക. അങ്ങനെയാണെങ്കിൽ എനിക്കും അതിലൊന്ന് നീന്തി കുളിച്ച കൊള്ളാന്നുണ്ട്. നാളെ രാവിലെ ഒരു 5 മണിക്ക് റെഡി ആയിരിക്കും. നമുക്കതിനകത്ത് നീന്തി പതപ്പിക്കാം. തൊട്ടേപ്പിടുത്തം കളിക്കാം, തൊട്ടേപ്പിടുത്തം. പക്ഷെ സോപ്പ് മാറരുത്. സോപ്പ് മാറിയാലേ രുചി വ്യത്യാസം വരും. ഹലോ, അതെ ഞാനാ. ആ, സാധനം റെഡി. ചരക്ക് എവിടെ എത്തിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ.
അതെ, നീ പെട്ടെന്ന് വണ്ടി എടുത്ത് റെഡിയാവ്. നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ ഇറങ്ങണം. ജട്ടിയൂർ ഒന്ന് പോണം. ജട്ടിയൂരല്ല, ബോട്ട് ജട്ടിയൂർ ഒന്ന് പോണമെന്ന്. പെട്ടെന്ന് എഴുന്നേക്ക്. അവിടെ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യാ. ഇതങ്ങനെ ശിവരാമകൃഷ്ണ സാറ് കണ്ടാണ്ടല്ലോ എന്റെ പണി പോയത് തന്നെ. എടുത്തു വെച്ചു. സാധനം ഒന്നും എടുക്കണ്ട, എന്റെ കയ്യിൽ അത്യാവശ്യത്തിനുണ്ട്. എടാ, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ ഇതേപോലെ ഒന്ന് തുള്ളിച്ചാൽ എത്ര പെഗ് അടിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറയിക്കാൻ ഈ CI വെളിച്ചപ്പാടിന് കഴിയും. ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയാ. ഫ്രൈഡേ ആയതുകൊണ്ട് നാവൊന്നും നനക്കാൻ പല കിളിവാതിലും മുട്ടി നോക്കി. പക്ഷെ ഞാൻ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല സാർ. സാറിന് സ്പോർട്സ് കോട്ടയിലാണോ ജോലി കിട്ടിയത്? എടാ, ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാ. മുഴുക്കുടിയനായിരുന്നു എന്റെ അച്ഛൻ. അത് കണ്ടാ ഞാൻ വളർന്നത്. ഒരു ചുവടുവയ്പ് മതി, എനിക്ക് കള്ളനെയും കള്ളുടിയനെയും തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് സാർ എന്നെ തിരിച്ചറിയില്ല. അങ്ങനെ എടാ കുഞ്ഞു ബേബി ഇത് നോക്കിയേ. ആ വെളിച്ചപ്പാടം സീരിയൽ തന്നെ തുള്ളിക്കണ വേണ്ട. നമ്മളിന്ന് ഉറപ്പായിട്ട് തുള്ളിക്കും. ഐഡിയ ഉണ്ട്. ഇന്ന് ഇങ്ങേരുടെ അവസാനത്തെ തുള്ളിക്കലായിരിക്കും. ബാക്കി ഞാൻ ഏറ്റു. ഇന്ന് ഇങ്ങേർക്കൊരു പണി കൊടുക്കാൻ പോവാ. എന്ത് പണി? അണ്ണൻ കൈ അങ്ങോട്ട് കെട്ടിക്കിടന്ന് ഉറങ്ങിക്കോ. ഈ വണ്ടി ഞാൻ ഓടിച്ചോളാം. ഫിറ്റാന്ന് അറിയിക്കരുത്. അടുത്ത ആളെ കിട്ടി. വണ്ടി ഇങ്ങോട്ട് മാറ്റിയെടുത്ത. ലൈറ്റ് ഓഫ് ചെയ്യടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ, ഹെൽമെറ്റ് ഇല്ലാതെ 2 വീലർ ഓടിക്കുന്ന കുറ്റകരമാണെന്ന് അറിഞ്ഞൂടെ? അറിയാം സാർ. അപ്പൊ അറിഞ്ഞുവെച്ചോണ്ടാണോ ഈ തെമ്മാടിത്തരം കാണിച്ചത്? എന്താണ് സാർ തെമ്മാടിത്തരം? ഹെൽമെറ്റ് എവിടെടാ? ഇതായിരിക്കുന്നു സാർ. അതല്ല, ഇത് ഹെൽമെറ്റ് ആണ് സാർ. അതല്ല, നിന്റെ ഹെൽമെറ്റ് എവിടെടാ? സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പുറകെ ഇരിക്കുന്നവർക്ക് ഹെൽമെറ്റ് നിർബന്ധമല്ലല്ലോ? ഇല്ല. ഞാൻ പുറകിലാണ് സാർ ഇരുന്നത്. ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കല്ലേ ഹെൽമെറ്റ് നിർബന്ധമുള്ളൂ. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട് സാർ. അതല്ല ചോദിച്ചത്. സാർ നീ അല്ലേ വണ്ടി ഓടിച്ചത്? നിന്റെ ഹെൽമെറ്റ് സാർ ഞാൻ പുറകിലല്ലേ ഇരുന്നത്. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കല്ലേ ഹെൽമെറ്റ് ഉണ്ട് സാർ. സാർ പറയുന്നത് എനിക്കറിയാം. ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണം. ഞാൻ ബാക്കിലാണ് ഇരുന്നത്, എനിക്ക് വേണ്ടല്ലോ. നീ അല്ലേ വണ്ടി ഓടിച്ചത്? നിന്റെ ഹെൽമെറ്റ്. സാർ ഞാൻ പുറകിലല്ലേ ഇരുന്നത്. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട് സാർ. പക്ഷേ സാർ അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്. സാർ പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടാളും പറഞ്ഞത് രണ്ടാ, അല്ല ഒന്നാ. സാർ ഹെൽമെറ്റ് എടാ, കൂടുതൽ വിളച്ചില് വേണ്ട. ഒരു കാര്യം ചെയ്യ്, നീ തുള്ള്. ശരി സാർ. തുള്ളടാ. എന്താടാ, സൈക്കിളില് കാറ്റടിക്കുന്നോ? അല്ല സാർ, കാലിൽ ആണി രോഗമുണ്ട്. നിന്റെ ആണി രോഗം ഞാൻ മാറ്റിത്തരാം. നേരെ തുള്ളടാ. സാർ ഒരു സത്യം പറയട്ടെ, ഇങ്ങനെ ഞാൻ ആവേശം മൂത്ത് തുള്ളി കഴിഞ്ഞാൽ എന്റെ 3 എണ്ണം താഴെ പോകും സാർ. അത് ശരി, 3 ക്വാർട്ടറും വെച്ചാണ് യാത്രയല്ലേ? ശരിയാക്കി തരാം. അപ്പോ 2 കേസാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. 2 വീലാണ്. എന്താ സാർ പറഞ്ഞു? മനസ്സിലായില്ലേ? 2 വീലാണെന്ന്. സാർ നീ ഇത് മാറ്റി പറയരുത്. മാറ്റി പറയില്ല. നമ്മൾ 2 വീല്. അതെ ശരി. അതോടൊപ്പം 2 വീലറിൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു, ആ കുറ്റം. സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ, 2 വീലറിനല്ലേ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച പ്രശ്നമുള്ളൂ? അതെ. 4 വീലറിന് പ്രശ്നമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. ഇനി ചോദിക്കട്ടെ, ഇതെന്താണ് സാർ? 2 വീലർ ആണല്ലോ. നമ്മൾ 2 വീലാന്ന് സാർ നേരത്തെ പറഞ്ഞു. അപ്പൊ സാർ 2 വീൽ പ്ലസ് ഈ 2 വീൽ ടോട്ടൽ 4 വീൽ. 4 വീലറിന് ഹെൽമെറ്റ് നിർബന്ധമില്ലാന്ന് സാർ പറഞ്ഞു. സാറ് പറഞ്ഞു നിർബന്ധമില്ലാന്ന് പറഞ്ഞു. ഇതാണ് വെള്ളം അടിച്ചവന്റെ തൊലിഞ്ഞ ന്യായങ്ങൾ. 250 രൂപ സാർ തരണം. എന്താ പരാതി? സർ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ ഒരുത്തൻ ഞങ്ങളെ ചീറ്റ് ചെയ്ത് മുങ്ങി നടക്കുകയായിരുന്നു. ആ പെരുങ്കള്ളനെ ഞങ്ങൾ കൈയോടെ പിടികൂടിയതാ. രക്ഷപ്പെട്ടു കളഞ്ഞു. സാർ, അയാൾ പുതിയ നെറ്റ്വർക്ക് കൂടി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. എത്രയും പെട്ടെന്ന് അയാളെ തേടി പിടിച്ച് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ MLM-ന്റെ പേരും പറഞ്ഞ് ഇനിയും അയാൾ ആളുകളെ പറ്റിക്കും. അങ്ങനെ MLM-നെ അടച്ചധിക്ഷേപിക്കരുത്. നിങ്ങൾ പോയൊരു മണ്ടത്തരത്തിൽ ചാടിയെന്ന് വിചാരിച്ച് ഇതുകൊണ്ട് മാന്യമായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഉദാഹരണത്തിന് ഞാൻ. സർ, ഇത് കാരണം സ്വന്തം ദാമ്പത്യം പോലും തകർന്നവനാ ഞാൻ. ആ വേദന കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്ന് റിട്ടയർഡ് ആവുന്നു? ആര്, താനോ? അല്ല, എന്റെ അമ്മായിയപ്പൻ. അന്ന് മുതൽ എന്റെ അമ്മായിയപ്പന്റെ വിശ്രമ ജീവിതം ജയിലിനകത്താ. നിങ്ങളുടെ പരാതി ഓക്കെയാണ്. ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അട്ടെ, അയാൾക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാനുണ്ടോ? ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് സർ. എവിടെ നോക്കട്ടെ. ഇയാളാണോ അയാൾ? അതെ സർ. പൂ പാപ്പി. പുത്തൻപുരയിൽ പത്മനാഭപിള്ള. പത്മനാഭപിള്ളേ? എന്താ സാർ? നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. അല്ല സാർ, ഇയാള് തന്നെ ഞങ്ങളുടെ ബോസ്. എന്ത് പറ്റി സാർ? ഇയാള് തന്നെയാണോ എന്റെയും ബോസ്? എന്നോട് ഇയാൾ പറഞ്ഞ പേര് വേറെയാ. കൂക്കു കാക്ക, കുന്നുമേൽ കുഴിയിൽ കമ്മാരൻ കർത്ത. ഇനി A for apple, B for big apple. ഇത് കൊള്ളാം കേട്ടാ. C for ചെറിയ ആപ്പിൾ,
നാളെ മുതൽ ബിഗ് ആപ്പിൾ മാത്രം കൊണ്ടുവന്നാൽ മതി കേട്ടാ. മാമന് വിശക്കണേ, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പഠിക്കാം കേട്ടാ. എവിടെ വിറ്റമിൻസ്? ഹോർലിക്സ്, ബോൺവിറ്റ, ബൂസ്റ്റ്. മാമ ഇത് 3 മിക്സ് ചെയ്ത് കഴിച്ചാല് ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടാവും. അവളിങ്ങെത്തും മുമ്പ് വേഗം ചെല്ലണം. മക്കളെ, നിങ്ങളുടെയൊക്കെ കയ്യിൽ വേസ്റ്റുകളുണ്ടോ? മാമനിപ്പോ പെട്ടെന്ന് വേസ്റ്റ് കൊണ്ട് കളഞ്ഞോളാൻ വയ്യ. ഒരു വേസ്റ്റും ഇല്ലേ മക്കളെ? ഒന്നും കാണാനും ഇല്ലല്ലോ. അവളിങ്ങ് വരെയും ചെയ്യും. അതെ, മാമൻ നാളെ ഇതൊക്കെ വേറെ വാങ്ങിച്ചു തരാം. ഇത് പട്ടി അടിച്ചത്, ഇത് കളയാം. ലെറ്റർ എവിടെ? എഴുതിയത് കറക്റ്റാണ് എന്തോ. എന്റെ എന്ന് പറയാൻ എനിക്കൊരു ഹൃദയം മാത്രമേ ഉള്ളൂ. അതിന്റെ ജനലും വാതിലും തുറന്നു വെച്ച് ഞാൻ കാത്തിരിക്കുക. വരില്ലേ? വരും. കുഞ്ഞുങ്ങളെ, അങ്കിള് ഇപ്പൊ വരാം കേട്ടാ. മിണ്ടാതിരുന്ന് അടിക്കോണ്ണേ. മാറിക്ക്, നന്നായിട്ട് അടിക്കും. എന്നെ ശല്യം ചെയ്യല്ലേ. എന്തു പറ്റി? അറിയില്ല, ഞാനിപ്പോ ഒന്നേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ, എന്താ ഇവിടെ ഒരു സ്മെല്ല്? എനിക്കറിയില്ല. ഓ ശരി, ഒന്ന് ഉറങ്ങിക്കോട്ടെ. ആ ഇതാരും മാവേലിയോ? ഇന്ന് ശമ്പള ദിവസമാണല്ലോ. നേര് പറയാലോ, ഞാൻ അനിതയെ രഹസ്യമായിട്ടൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പോസിറ്റീവ് ആണല്ലേ? പോസിറ്റീവ്? ഒളിക്കണ്ട, ഞാൻ അറിഞ്ഞു. റിസൾട്ട് പോസിറ്റീവ് അല്ലേ? കൺഗ്രാലേഷൻസ്. പ്രസവിച്ച എന്നെ മറക്കരുത്. മറക്കൂ? ആറ്റുനോറ്റുണ്ടായ ആ കുട്ടിയെ ഞങ്ങളുടെ ഡേ കയറി തന്നെ ആക്കണം. ഹസ്ബൻഡ് സമ്മതിച്ചിട്ടുണ്ട്. സുഖപ്രസവത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ദൈവമേ. അങ്ങോട്ട് മാറടാ. ഓരോരുത്തന്മാര് കേറി വരും. എന്നാ പിന്നെ അനിത എന്നാട്ടെ, എല്ലാം പറഞ്ഞ പോലെ. ഓ ബാബോ, ഉറങ്ങിക്കോ. എന്തിനാണോ ഇപ്പൊ ഇതിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഈ കൊച്ചിന് വയ്യ, അതുകൊണ്ട്. ഒന്ന് ഫോൺ ചെയ്താൽ ഞാൻ അങ്ങോട്ട് വരത്തില്ലേ? ഫോൺ ചെയ്ത് പറയാൻ ഫോണിനകത്ത് മറ്റത് വേണ്ടേ? ഏത്? ഫോണിനകത്ത് ഇടുന്ന സിം കാർഡ്. സിം കാർഡ് എന്തി? അത് ഇവ എടുത്ത് വിഴുങ്ങി. ഇവ എടുത്ത് സിം കാർഡ് വിഴുങ്ങിയെന്നാ? കൃത്യസമയത്താണ് ഞാൻ ഉണർന്നത്. ഇല്ലായിരുന്നെങ്കിൽ ബാറ്ററി, മൊബൈൽ എല്ലാം എടുത്ത് വിഴുങ്ങിയവൻ. സിം കാർഡ് കൊച്ചിന്റെ തൊണ്ടയിലാണോ ഉള്ളത്? അപ്പൊ തന്നെ ഞാൻ തൊണ്ടയിൽ കൈയിട്ട് നോക്കി. നോട്ട് റീച്ചബിൾ. ഈശ്വര, അത് പോട്ടേന്ന് വെക്കാം. സിം കാർഡ് എടുക്കാൻ ഞാൻ തൊണ്ടയിൽ വിരലിട്ടതാ. തിരിച്ചെടുത്തപ്പോ എന്റെ മോതിരം കാണാനില്ല. ഇനി അത് വയറ്റി പോയോ? ഇപ്പൊ എനിക്ക് കുറ്റം. വേളാങ്കണ്ണിന്ന് ഞാൻ വാങ്ങിയ നല്ല അസല് സ്റ്റീൽ മോതിരം ആ കൊച്ചു വിഴുങ്ങിയത്. എന്റെ മോതിരത്തിന് ആര് സമാധാനം പറയും? കുഞ്ഞിന്റെ മനസ്സാ എന്റേത്. എന്നെ സമാധാനിപ്പിക്കാൻ ഇവിടെ ആരുമില്ലേ? കുട്ടി, എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചൂടെ? ചിരിക്കുന്നുണ്ട്, ചിലപ്പോ നടക്കും. ഇതേത് സംസ്ഥാനം? ഇന്നിവിടുന്ന് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ഇനി എന്റെ ബോഡി പോലും ബാക്കി കിട്ടില്ല. കുട്ടികളെ നോക്കാൻ വന്ന് ഞങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കി കടന്നു കളയാന്ന് വിചാരിക്കുകയാണല്ലടാ? അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ. എന്റെ പാവ അമ്മ ബാത്റൂമിൽ വഴിതെറ്റി വീണ് മുട്ടുകാല് പൊട്ടി. ഇപ്പൊ യു ഗ്രൂപ്പ് ബ്ലഡ് വേണോന്ന് മാത്രമല്ല ബൈപ്പാസ് സർജറി വേണോത്രേ. പോട്ടെ, നിന്നെ ബൈപ്പാസ് വഴി പറഞ്ഞു വിടാ. ബൈപ്പാസ് സർജറി ഇവിടെ തന്നെ നടത്തുവാ. പിള്ളേരെ മുമ്പിട്ട് അടിക്കരുത്. നിങ്ങളെ വില പോവും. നിങ്ങളുടെ വില പോവുന്നു. പീഡന പിശാചുകളെ, എന്നെ തല്ലിയല്ലേ? ബാലപീഡനത്തിന് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുക്കാൻ പോവാ. രണ്ടിനെ ഞാഴി എണ്ണിക്കും. മതി. ഞാൻ ഇനി ചിലപ്പോ നന്നായാലോ? നിങ്ങൾക്കറിയോ, നവംബർ 14 ശിശുദിനത്തിലാ എന്റെ ജനനം. പൂക്കളെയും പൂമ്പാറ്റുകളെയും സ്നേഹിക്കുന്ന ഒരു കുഞ്ഞ്, വളരെ കുഞ്ഞു മനസ്സ് എന്റേത്. ഈ കോളരിയിൽ നിന്ന് സത്യം പറഞ്ഞ പോകാൻ തോന്നുന്നില്ല. അറിവില്ല പൈതലാണെന്ന് കരുതി ഒന്ന് ക്ഷമിച്ചൂടെ? എടാ ജാരത്തണ്ടി, ഇനി നിന്നെ ഇവിടെ വെച്ച് പൊറപ്പിച്ചാൽ ഞങ്ങൾ അനാഥ പിള്ളേർക്കുള്ള അമ്മത്തൊട്ടിലൂടെ തുടങ്ങേണ്ടി വരും. മര്യാദക്ക് സ്ഥലം വിട്. അണ്ണ ഒരു അവസരം കൂടി. ഇനി പരിസരത്തെങ്ങാനും നിന്നെ കണ്ട ശവമായിരിക്കും, പറഞ്ഞേക്കാം. ഓഹോ, ഒന്ന് മാപ്പ് കൊടുക്കാന്ന് വെച്ച അഹങ്കാരം വിടില്ല ഞാൻ. രണ്ട് ഇവിടെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. വിഷപ്പാമ്പിനെയാ നീയൊക്കെ നോവിച്ചു വിട്ടിരിക്കുന്നത്. പത്തി വിടർത്തി നിൽക്കുക. വിഷം തുപ്പിയാ ഞാൻ അടങ്ങൂ. പെണ്ണുങ്ങളെ നടത്തേണ്ട ഡേക്കർ നടത്താൻ വന്നിരിക്കുന്നു രണ്ട് മാന്യന്മാർ. ആണുങ്ങളെ പോലെ പണിയെടുത്ത് ജീവിക്കണോ? ഞാൻ നാറ്റിക്കും. അമ്മച്ചിയാണ് സത്യം. ഈ കുഞ്ഞു ബേബിയാ പറയുന്നത്. ഈ കോളനിയിലെ 2 പേരെ ഞാൻ നാറ്റിക്കും. ദാണ്ടാ, ഇതിനകത്ത് നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ മുഴുവൻ ഞാൻ പൊതുജനങ്ങളോട് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോടാ.
അങ്ങനെ എന്നെ പിടിക്കാൻ നോക്കണ്ട. അങ്ങോട്ട് കണ്ട ഇങ്ങോട്ട് പോ. വെറുതെ അടിച്ച് കലക്കി കളയല്ലേ. എന്റെ പൊന്നു മോളെ അഹമ്മദ് തട്ടിക്കൊണ്ട് പോയല്ലോ. തട്ടിപ്പോയില്ലല്ലോ, ഭാഗ്യം. ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? എന്റെ പൊന്നു തിരിയാത്ത മോളാ. കുഞ്ഞു ബേബി. ആ എന്നെ കണ്ടേ നല്ല ഇടുത്തി വീഴത്തേ ഉള്ളൂ. ഒന്നേ മോളൊന്നും പറഞ്ഞില്ല. ആളിച്ച് വളർത്തിന എല്ലാം കുറച്ചില്ലേ? ഒന്നേ ഒലക്കൊണ്ടടിച്ച് വളർത്തണമെന്നാ ചൊല്ല. മണ്ടത്തരം പറയല്ലേ. ഒലക്കൊണ്ടടിച്ചാൽ എങ്ങനെ വളരുന്നത്? ചത്തുപോത്തല്ലേ ഉള്ളൂ. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇനി മിക്സി കഴുത്തടിച്ചിട്ടും കാര്യമില്ലെന്നുള്ള. സരസ്വതി ചേച്ചി ഒന്ന് സമാധാനിക്ക്. മോള് മനസ്സ് മാറി തിരിച്ചു വരും. പോയ മാനം തിരിച്ചു വരുമോ? എനിക്ക് തിരിച്ചു കണ്ടില്ലേ? നാട്ടിലെ കുടുംബങ്ങൾക്ക് ശക്തി ഉത്തേജനം ഉണ്ടായിക്കൊണ്ടിരിപ്പോ എന്തായി മനുഷ്യ? എന്റെ ബുദ്ധിമോശം കൊണ്ടൊന്ന് ഞാൻ അവന് കൊടുത്തുപോയി. പക്ഷേ എന്റെ വീട്ടിൽ കയറി തന്നെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഉത്തേജനം കൊടുത്തു കൊടുത്തപ്പോ ഉത്തരത്തെ കൊണ്ട് ഗതികേട് വന്നില്ലേ? അല്ല വന്നില്ലേ? വന്നല്ലോ സാറന്മാര്. ഒരു വരത്തനെ കൊണ്ടുവന്ന് കോളനി താമസിപ്പിച്ചിട്ട് ഇപ്പൊ ആന കരിമ്പങ്കാട്ടി കയറിയ പോലായി. കുട്ടികളെ നോക്കാൻ വന്നവർക്ക് എന്റെ കുട്ടിയെ അടിച്ചോണ്ട് പോയി. തൃപ്തിയായല്ലോ എല്ലാവർക്കും. പെട്ടെന്ന് ഇങ്ങനെ സംശയിച്ചാലോ? അവനോടൊപ്പം പോയതിന് വല്ല തെളിവും ഉണ്ടല്ലോ. അവൻ എഴുതിയ പ്രേമലേഖനം അവളുടെ മുറിയിൽ നിന്ന് കിട്ടി. അല്ല, ഒരു പ്രേമലേഖനം കണ്ടു എന്ന് കരുതി തെളിവെടുക്കാൻ ഇയാളെ സീനിയർ ഓഫീസറാ. ഏതൊരു അലവലാതി കോളനി കൊണ്ട് താമസിപ്പിച്ച് ചീത്തപ്പേരുണ്ടാക്കിയത് പോരാ, പിന്നെ അവനെ ന്യായീകരിക്കുന്നോ? മാർക്കറ്റ് കോളനിക്കാരെ പറ്റിക്കാൻ രണ്ടും കൂടി ഓരോ തട്ടിപ്പുണ്ടെങ്കിൽ ഇറങ്ങിക്കോളും. ഓരോ പേരിൽ എത്തുന്നത് എന്റെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ മാനം കളയിച്ചില്ലേ? അല്ല വേസ്റ്റ്മാൻ. ഇതെങ്ങനെ സംഭവിച്ചു? മനസ്സിലായില്ലേ? ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി. അതാ സംഭവിച്ചത്. എടാ, എച്ചിക്കാക്കയായിട്ട് വന്ന് എന്റെ മോളെ കൊത്തിക്കൊണ്ടുപോയി അല്ലേടാ? ഇനി ബഹളം വെച്ചിട്ട് കാര്യമില്ല. എന്തായാലും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മോളെ തിരിച്ചു കിട്ടിയില്ലേ? ഇനി ഇതുങ്ങളുടെ മേക്കെട്ട് കയറണ്ട. തട്ടിക്കൊണ്ടുപോയി പിഴപ്പിക്കാനല്ല, മാന്യമായിട്ട് താലി കെട്ടിയിട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വന്നിരിക്കുക അവൻ. കാളപറ്റു, കയറെടുത്തു. എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ ഒന്ന് കുടഞ്ഞപ്പോ ഇവന്റെ ഒളിത്താവളം കണ്ടെത്തി. ബ്രാലിനെ പോലെ വീണ്ടും വഴുതി രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു. അതുകൊണ്ട് ശരിക്കും ഒന്ന് പെരുമാറേണ്ടി വന്നു. തലേനേം കിടക്കേം വിൽപ്പിച്ച് എന്നെ തറയിൽ കിടത്തിയവനാ താൻ. തന്നെ അതേ കിടക്കേ കിടത്തി മുള്ളിപ്പിക്കും ഞാൻ. മുള്ളിപ്പിച്ച് കഴിഞ്ഞു. എല്ലാ കുറ്റങ്ങളും ഞാൻ ഏക്കുന്നു. തന്റെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. താൻ എന്താ കരുതിയത് ഞങ്ങളൊക്കെ വെറും മണ്ടന്മാരാണെന്നോ? ആണല്ലോ സാർ, വെറും മണ്ടന്മാരല്ല, മരമണ്ടന്മാർ. സോറി സാർ. ഇവിടെ ആർക്കും ആരെയും എളുപ്പം പറ്റിക്കാം. ഇന്ത്യയിൽ ഏറ്റവും അധികം മൊബൈൽ ഫോണുള്ളത് മലയാളികൾക്ക്. മൊബൈൽ ബില്ലിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതും മലയാളികളാണ്. എത്ര തവണ കുഴി വീണാലും മലയാളി പഠിക്കില്ല. മണി ചെയിനിലും ബ്ലേഡ് കമ്പനിയിലും ആട് തേക്ക് മാഞ്ചിയത്തിലും ഫോൺ സ്കീമിലും ഉത്തേജന രസായത്തിലും വരെ അവൻ വീണ്ടും വീണ്ടും ചേരും. എന്തിന്? ഒരു പോലീസ് ഓഫീസറായ സാർ വരെ എന്റെ ജപ്പാൻ കിടക്കെ വീണില്ലേ? കഷ്ടം. ഞാനൊന്നും താനൊന്നും ചോദിക്കണ്ട. 24 മണിക്കൂറിനകം തന്റെ കുന്ത്രാണ്ടത്തിൽ ചേർന്നവർക്കെല്ലാം താൻ കാശി തിരിച്ചു കൊടുത്തോളാം. നയാ പൈസ കുറയാതെ ഞാൻ തിരിച്ചു കൊടുത്തോളാം. ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ. സമ്മതിക്കരുത്. മുങ്ങും. ശരിയാ. എന്നാ വേണ്ട. ഒരു റിക്വസ്റ്റ് ഉണ്ട് സാർ. ഇനി ചേരുമ്പോഴെങ്കിലും റിസർവ് ബാങ്കിന്റെയോ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിന്റെയോ അംഗീകാരമോ നിയന്ത്രണമോ ഇല്ലാത്ത ഒന്നിലും പോയി ചാടിയേക്കരുത്. ജനങ്ങൾക്ക് അത്യാഗ്രഹം കൂടുമ്പോഴാണ് ഞങ്ങളെ പോലുള്ള പൂ പാപ്പിമാരുണ്ടാകുന്നത്. കോൺസ്റ്റബിൾ സർ, ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്ക. സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ലോക്കപ്പിൽ. അയ്യോ, ഇനിയെങ്കിലും സൂക്ഷിച്ചാ കൊള്ളാം. അല്ലാതെ ഞാൻ എന്താ പറയാ. ആ ബാഗ് ഞാൻ ഈ അവസ്ഥയിൽ ഭാരമൊന്നും ചുമക്കാൻ പാടില്ല. എന്താ ശിവേട്ടാ ഇത്? നമുക്ക് ദൈവം തന്ന നിധിയാണ് ഈ വയറ്റില്. ശിവരാമ സാറേ, നമസ്കാരം. ഓഫീസിലെ കാര്യം എവിടെയോ കണ്ട് നല്ല പരിചയം. എന്നെയോ? അയ്യോ, ഞാൻ മാർത്താണ്ഡൻ. ഇവിടെ അടുത്ത് താമസിക്കാം. സീരിയലൊക്കെ. അയ്യോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇതെന്താ ഈ വേഷത്തില്? ഇതാണ് ഒറിജിനൽ വേഷം, ജീവിത വേഷം. ഡിപ്പാർട്ട്മെന്റിലെ കലാബോധമില്ലാത്ത ഏതോ ഒരു തെണ്ടി എന്നെ ഒറ്റുകൊടുത്തു.
പണിഷ്മെന്റ് ട്രാൻസ്ഫർ അങ്ങ് കാസർഗോട്ടേക്ക്. ചെയ്യും തൊഴിൽ ദൈവാന്ന് കരുതിയിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ടാവുമായിരുന്നു. കറക്റ്റ്. ആദ്യം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം അല്ലേ പപ്പി? ഞാൻ അതെ, ഞാൻ പോട്ടെ. ഇല്ലെങ്കിൽ ആ ഹനുമാൻ സീരിയലിന്റെ ആൾക്കാരെ നിന്നെ പൊക്കിക്കൊണ്ട് പോകും. അതിനു മുമ്പ് ട്രെയിൻ പിടിക്കാം. വരട്ടെ. ശരി. ഗുഡ് മോർണിംഗ് സാർ. ഇതെന്താ ഫാൻസി ഡ്രസ്സാ? നീ എന്താ ഈ കോലത്തില്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, അന്ന് എന്നെ ആട്ടി ഓടിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ ഒരു ഈശ്വരനായി. ഈശ്വരനാ? യെസ്, കോടികളുടെ ഈശ്വരൻ, കോടീശ്വരൻ. സേ ദാ ഇത് പിടിക്ക. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വളരുന്ന സസ്യങ്ങളെ പറിച്ചെടുത്ത് അതിന്റെ വേരുകൾ പിടിഞ്ഞെടുത്ത് അതിനെ ആറ്റിപ്പാറ്റി കാച്ചു കുറുക്കിയെടുത്ത ഒരു ഔഷധം. 1 മാസം കഴിച്ചാൽ 60-കാരൻ 16-കാരനെ പോലെ ഓടി നടക്കുന്നതായിട്ട് കാണാം. വിലയാണെങ്കിലോ നിങ്ങൾക്ക് സിമ്പിൾ, വളരെ തുച്ഛം. 1,11,111 രൂപ. ഇതിലൂടെ നമുക്ക് കിട്ടുന്നതോ കോടാനുകോടികൾ. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഒരാളെ നമ്മൾ ഇതിൽ ചേർക്കുക. അതാണ് RDM. പുതിയ MLM. യെസ്. എന്റെ മുന്നിൽ കണ്ടുപോരുത്. വാ പപ്പി. സാർ, കോടീശ്വരൻ ആവണമെങ്കിൽ മതി. പറഞ്ഞ കൊള്ളാലോ. 1,11,111 രൂപ മുടക്കിയാൽ കോടീശ്വരനാവും. എന്താ ശിവേട്ടാ? അല്ല, പുതിയ ലോഞ്ചിങ് ആവുമ്പോ ഇപ്പൊ ചേർന്നാ പെട്ടെന്ന് കോടീശ്വരനാവാം. കുഞ്ഞുവി, ഞാൻ റെഡി. ശിവേട്ടാ, ഞാൻ റെഡി അല്ല എന്ന് പറയാൻ വരുമായിരുന്നു.